So hi guys, part 2 of the Hollow Earth. Hollow Earth തിയറിയുടെ പാർട്ട് 2 ആണ്. സോ ഫസ്റ്റ് എപ്പിസോഡ് കാണാതെ ആദ്യമായിട്ട് നമ്മൾ കാണുന്നെങ്കിൽ ഗൈസ് നമ്മൾ തിരുപ്പതി വർത്തമാനം പറയുന്നത് രണ്ട് പയ്യന്മാരാണ്. അതെ ഇതിന് മുന്നത്തെ എപ്പിസോഡ് കാണുക. ബിക്കോസ് അതിന്റെ ഞങ്ങൾ 10 മിനിറ്റ് ആയിട്ടുള്ള ഷൂട്ട് ചെയ്തിട്ട് നിങ്ങളിത് അടുത്ത ആഴ്ചയായിട്ടായിരിക്കും പെർഫെക്റ്റ് കണ്ടിന്യൂഷൻ. അത് തന്നെ. ഞങ്ങൾ പോയി വെള്ളം കുടിച്ചു, ബാക്കി ഷൂട്ട് ചെയ്യുന്നു. അത്രേ ഉള്ളൂ. സോ ഗൈസ്, വെൽക്കം ടു ദ ചാനൽ. ഇഫ് യു ആർ ന്യൂ ഹിയർ, ഞങ്ങൾക്കിപ്പം ഒരു ഐഡിയോളജീസ് ഒരു കാര്യങ്ങളും ഒന്നും നിങ്ങൾ ഇൻഫ്ലിക്റ്റ് ചെയ്യല്ല. വി ആർ ഹാവിങ് സീറോ സ്പോൺസർഷിപ്പ്, സീറോ പ്രൊഡക്റ്റ് പ്ലേസ്മെന്റ്. പക്ഷെ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളും കോമൺ ആയിട്ട് സംസാരിക്കണമെന്നുണ്ട്. ഇഫ് ഞങ്ങളുടെ ഐഡിയോളജി നിങ്ങൾ റിലേറ്റ് ആകുവാണെങ്കിൽ മേക്ക് ഷുവർ ഞങ്ങളുടെ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യുക. അവിടെ കുറച്ച് അടിപൊളി ഫ്രീ മൈൻഡഡ് ആൾക്കാരുണ്ട്. യു ക്യാൻ മേക്ക് ഫ്രണ്ട്സ്, വാട്ട് ഓർ യു വാണ്ട് ടു ഡു ദേർ, ഇറ്റ്സ് അപ് ടു യു. അതുപോലെ തന്നെ നിങ്ങൾക്ക് കണ്ടന്റിൽ എന്തെങ്കിലും കാണുന്നുണ്ട്, എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, അതല്ല കണ്ടന്റിൽ ഞങ്ങൾ എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമ്മുടെ വിഷനുമായിട്ട് നിങ്ങൾ അലൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് മാത്രം നിങ്ങൾക്ക് ഞങ്ങൾ പറയുന്നത് തെറ്റാണെന്ന് തോന്നുവാണെങ്കിൽ ഞങ്ങൾക്ക് അത് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. യു ഗൈസ് എൻജോയ് ദ കണ്ടന്റ്. അല്ലാതെ ഞങ്ങൾ പറയുന്ന വിഷൻ, ആ ഒരു വഴി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്, നമ്മൾ എന്താണ് ശ്രമിക്കുന്നത് ഇവിടെ എങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അത് ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് ആ ഒരു വഴിയാണുള്ളത്. സോ കണ്ടിന്യൂ പ്ലീസ്. അപ്പോൾ കുറച്ച് അനോമലീസിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ആ അനോമലീസ് വന്നിട്ട് ആ അനോമലീസിന് പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഹോളോ എർത്താണ് പറയുന്നത്. ഹോളോ എർത്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ റൗണ്ട് എർത്ത്, നമ്മുടെ സോളിൽ എർത്ത് എന്ന് പറയുന്നത് ഈ കുറേ പേര് 100 കണക്കിന് തിയറീസ് കൊണ്ടു ചെന്ന് ലേലം വിളിച്ച് ഓപ്ഷൻ നടത്തി ബെസ്റ്റ് ഒരു 10-50 എണ്ണം അല്ലെങ്കിൽ 100 എണ്ണം സെലക്ട് ചെയ്തിട്ട് സയന്റിഫിക് കമ്മ്യൂണിറ്റിയിൽ അന്നിരുന്ന എല്ലാവരും കൂടെ വോട്ട് ചെയ്ത് ബെസ്റ്റ് ഒരെണ്ണം എടുത്തതാണ് നമ്മളിപ്പോൾ പഠിക്കുന്ന ഭൂമിയുടെ മോഡൽ. കാരണം ഇറ്റ്സ് എ തിയറി. അപ്പം അങ്ങനെയുള്ള തിയറിക്ക് കുറേ അനോമലീസ് ഉണ്ടെന്ന്, അതിൻ്റെ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു. അങ്ങനെയുള്ള അനോമലീസിനെ തേടി പോയി നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ റിസർച്ചുകളിൽ നടക്കുന്ന ഒരു കാര്യമാണ് ഹോളോ എർത്ത്. പക്ഷേ അതിനെപ്പറ്റി നമുക്ക് ഒരു ബന്ധവും ഒരു ന്യൂസും തരത്തില്ല. അതെന്താണെന്ന് വെച്ചാൽ ഈ ഹോളോ എർത്ത് ഉണ്ടെന്നും ഇതിനൊരു 7 ഓപ്പണിങ്സ് ഉണ്ടെന്നും താഴെ വേറെ ആളുകളുണ്ടെന്നും അവരുമായിട്ടുള്ള യുദ്ധവും അവർ വേറൊരു ജീവികളാണെന്നും എന്നൊന്നും നമ്മൾ അറിയാൻ പാടില്ല എന്ന് ആരൊക്കെയോ തീരുമാനിക്കുന്നത് പോലുള്ള കാര്യങ്ങളാണ് സയന്റിഫിക് കമ്മ്യൂണിറ്റിയിൽ നടക്കുന്നത്. നോട്ട് ഓൺലി ഇൻ പൊളിറ്റിക്കൽ ഓർ മിലിറ്ററി ഫ്രണ്ട്, സയന്റിഫിക് ഫ്രണ്ടിലും ഈ ഒരു വാർ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളൊരു കാര്യമാണ് വരുന്നത്. അങ്ങനെ നമുക്ക് 2-3 തെളിവുകളിലേക്ക് പോവാം. അപ്പോൾ വെസ്റ്റേൺ വേൾഡ് ഇതിനെപ്പറ്റി എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ല, കാനഡയിലൊക്കെ പലരും ഇപ്പോഴും വിശ്വസിക്കുന്നത് എർത്ത് ഹോളോ ആണെന്നും അതിന് അടിയിൽ താഴെ ആളുകളുണ്ടെന്നുമാണ്. പുതിയൊരു കൾട്ടായിട്ട് അവിടെ വളർന്നു വരികയാണ്. റൗണ്ട് എർത്ത് തിയറി വന്നതുപോലെ പുതിയൊരു തിയറി വരികയാണ്. ബട്ട് ദിസ് തിയറി ഓൾറെഡി എക്സിസ്റ്റഡ്. പക്ഷെ അവിടെ അത്രയും പേര് ഇങ്ങനെ വിശ്വസിക്കുന്നുണ്ടെന്ന് ഒരിക്കലും ന്യൂസിൽ വരത്തില്ല. മനസ്സിലായി? സിമ്പിൾ. 60% of the Americans believe 9/11 is a inside job. അത് സെൻസസ് ആണ്, പക്ഷെ nobody knows. അതെ, അത് അവരുടെ വാർത്തയിൽ പോലും വരത്തില്ല. അപ്പൊ അങ്ങനെയുള്ളൊരു രാജ്യമാണ്, വളരെ സെൻസൈഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ എ ഫ്രീ കൺട്രി. ഐ ബിൻ ദെയർ. ഇറ്റ്സ് എ വെരി സ്ട്രിക്റ്റ്, എന്താ പറയുന്നത്, അവിടെ ഫ്രീഡം എന്ന് നമ്മൾക്ക് പറഞ്ഞ് വിൽക്കുന്നത് യു ക്യാൻ ഡു എനി ഡ്രഗ്സ്, യു ക്യാൻ ബി എനി ജെൻഡർ. എനിക്ക് പട്ടിയാവാം, പൂച്ചയാവാം, മധുരയാവാം, എനിക്ക് എന്ത് വേണേലും, സിറിഞ്ച് വേണേലും കുത്തിവെക്കാം, റോഡിൽ കൂടെ നടക്കാം, പോലീസ് പിടിച്ചാലും കുഴപ്പമില്ല, എൻ്റെ പേഴ്സണൽ യൂസ് ആണെന്ന് പറഞ്ഞാൽ പിടിക്കാൻ പറ്റത്തില്ല. ഇത് ഫ്രീഡമാണ്. പക്ഷേ ദ മിനിറ്റ് യു പുട്ട് എ പ്ലക്കാർഡ് അഗെയിൻസ്റ്റ് എ ഫാർമ കമ്പനി, യു ആർ ഇൻഡൈക്റ്റഡ് ടു ജയിൽ. ഒരു പട്ടിയായിട്ട് റോഡിൽ കൂടെ നടക്കുന്നവനെ നിനക്ക് എന്താണ് വട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നീ ജയിലിലാണ്. LGBTQ കമ്മ്യൂണിറ്റിയെ ഫേസ്ബുക്കിൽ കൂടിയോ ഇൻസ്റ്റാഗ്രാമിൽ കൂടിയോ ഹേറ്റ് കമന്റ് ഉപയോഗിച്ചാൽ നീ ജയിലിൽ പോകും. സോ കോൾഡ് ഫ്രീ കൺട്രി. സോ ഫ്രീഡം എന്ന് പറയുന്നത് അവർ വിൽക്കുന്നതൊന്ന്, അവർ തരാത്തത് വേറൊന്ന്. നമ്മളുടെ ഇവിടെ പൊളിറ്റീഷ്യൻസിനെ നമുക്ക് എന്തുവേണമെങ്കിലും പറയാം. മോഡിയെയും പിണറായി വിജയനെ ഇപ്പോൾ പറഞ്ഞ സീനാണ്. കറുത്തുടുപ്പൊക്കെ ഇട്ട പുള്ളി അകത്തിടും, അത് പോട്ടെ. കളർ മാറ്റണമല്ലോ അടുത്ത പോഡ്കാസ്റ്റ്, അത് പോട്ടെ. അതെ, വീടിൻ്റെ പെയിൻ്റൊക്കെ മാറ്റേണ്ടിയൊക്കെ വരും പിണറായി ഇതിലേക്കൂടെ ഒക്കെ പോകുമ്പോൾ. അപ്പോൾ അത് പോട്ടെ. അപ്പോൾ അതുപോലുള്ള ലീഡേഴ്സ് വരുന്നത് കൊണ്ട് നമ്മുടെ നാടിന് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അല്ലാതെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് നമുക്ക് ഏത് ലീഡേഴ്സിനെ, പൊളിറ്റിക്കൽ ആളെന്ന് പറഞ്ഞാൽ നമ്മൾ ജോലിക്ക് സെലക്ട് ചെയ്ത് വിടുന്ന ഒരാളാണ്, അയാളെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള റൈറ്റ് നമുക്കുണ്ട്. പക്ഷേ പല വെസ്റ്റേൺ രാജ്യത്തും അതില്ല.
മനസ്സിലായോ? അപ്പോൾ അങ്ങനെ വരുന്ന ഒരു രാജ്യമാണത്. അപ്പോൾ അവിടുത്തെ വെസ്റ്റേൺ ചിന്താഗതി എന്താണെന്ന് നമുക്ക് നോക്കാം. അലക്സാണ്ടർ സെയ്നി യെസ് ഡാൽവെഡ്രൈറ്റ് എന്ന് പറയുന്ന ആൾ, പുള്ളിയുടെ പേര് ഞാൻ ഇവിടെ കൊടുക്കുക വെച്ച സീനാണ്. ഒരു ഫ്രഞ്ച് ഇന്റലക്ച്വലും ഒരു കൾട്ടിസ്റ്റും ആയിരുന്നു. ഫ്രാൻസിലെ ഭയങ്കര ഫേമസ് ആളായിരുന്നു. കൾട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ മെയിൻ സ്ട്രീം ഗവൺമെന്റ് തിയറീസിനെ അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് സൊസൈറ്റിയൽ ഐഡിയലിസ്റ്റിക് മാനിൽ നിന്ന് മാറി ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ടി വാദിക്കുന്ന ആള്. അവരുടെ ഒരു അവരുടെ സ്വന്തമായിട്ട് കൾട്ട് പോലെ. കൾട്ട് പോലെയല്ല, ഞാനിപ്പോൾ പറയാം. ഇപ്പോൾ ഒരു IT കാരനെ സംബന്ധിച്ച് നിങ്ങളുടെ കൂട്ടുകാരനെ എടുത്തോ, ഒരു IT കാരൻ എന്നും രാവിലെ പണിക്ക് പോകുന്ന 9 to 11 ചെയ്യുന്ന 9 to 5 ചെയ്യുന്ന ഒരു IT കാരനെ സംബന്ധിച്ച് ആദിവാസി കോളനിയിൽ ജീവിക്കുന്ന സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരാളെ കാണുമ്പോൾ IT കാരൻ നോക്കുമ്പോൾ അൺസിവിലൈസ്ഡ്, ഇവൻ എന്താണ് ഇവന്റെ ലോകം കൊണ്ട് ചെയ്യുന്നത്, ഇത് ജീവിയാണോ മൃഗമാണോ? അതേ സമയം ആ ഒരു ആദിവാസിക്കാരനെ കൊണ്ട് IT കാരനെ നോക്കുമ്പം ഇത് എന്തൊരു വട്ടാണ് ഇവൻ കാണിക്കുന്നത്, വട്ടനാണ് ഇവൻ മനുഷ്യനല്ല, ഇവൻ എന്താ യന്ത്രമോ? മനസ്സിലായി? ഇത് മെയിൻ സ്ട്രീമിൽ പക്ഷേ മീഡിയയും ഗവൺമെന്റും എല്ലാം വേണ്ടുന്നത് ടാക്സ് അടയ്ക്കുന്ന ഈ മണ്ടനെയാണ്. ആദിവാസിക്കാരൻ സുഖമായിട്ട് അവന്റെ വീട്ടിന്റെ അപ്പുറത്ത് കിഴങ്ങും പറിച്ച് തിന്ന് അവൻ കാട്ടിൽ പോയി ഗ്രേപ്സും പറിച്ച് തിന്ന് നല്ല സുന്ദരമായിട്ട് 150 വർഷം വരെ ജീവിക്കും. ഈ കിഴങ്ങൻ ജീവിതകാലം മുഴുവൻ ഒരു കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്ത് ഫാറ്റ് ഫുഡും തിന്ന് മസ്കുലോസ്കെലറ്റൽ ഡിസീസും വന്ന് 55 ആകുമ്പോഴത്തേക്ക് മാറാ രോഗിയായിട്ട് 60 മരിക്കും. സൊസൈറ്റിക്ക് ഇവരെയാണ് വേണ്ടത്, കാരണം ഇവൻ ഒരു ജീവിതത്തിൽ 50 ലക്ഷം അടുപ്പിച്ച് ടാക്സ് അടയ്ക്കും. അപ്പോൾ മറ്റുള്ളവരെ പറ്റി ഇങ്ങനെ കാണേണ്ട കാര്യമില്ല, ഓരോരുത്തർക്കും ഓരോരുത്തവരുടെ ലൈഫിന് പ്രാധാന്യം കൊടുത്ത് ജീവിക്കാമെന്ന് മറ്റുള്ള ടൈപ്പ് ഓഫ് കൾച്ചേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളെ കൾട്ടിസ്റ്റ് എന്ന് പറയാം. ഓക്കെ ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു കൾട്ടിസ്റ്റ് ആവാം. ഐ സപ്പോർട്ട് മൈ UST ഫ്രണ്ട് ആൻഡ് ഐ സപ്പോർട്ട് മൈ കാട്ടിൽ ജീവിക്കുന്ന ഫ്രണ്ട്. ഇറ്റ്സ് ദെയർ ഡിസിഷൻ. അപ്പോൾ അങ്ങനെ ഒരു കൾട്ടിസ്റ്റ് ആയിരുന്നു. അപ്പൊ പുള്ളിക്ക് ഈ കിങ്ഡം ഓഫ് അഗർത്ത എന്ന് പറയുന്നത്, ദ കിങ്ഡം ഓഫ് അഗർത്ത എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട്. ആ ബുക്കിനകത്ത് പുള്ളി ഏറ്റവും റിസർച്ച് ചെയ്ത് എഴുതിയ ഒരു വലിയൊരു കാര്യമാണ്. അന്നത്തെ സമയത്ത് ഏറ്റവും വലിയ ഹിറ്റായിരുന്നു. ലോകം മുഴുവൻ ഈ വിവരം അറിയിച്ച, ഞാനിപ്പോൾ പോഡ്കാസ്റ്റ് ചെയ്താൽ 2000 പേര് കാണുമെങ്കിൽ ആ ബുക്ക് എഴുതി ലോകം മുഴുവൻ പോയി എന്ന് പറഞ്ഞാൽ നിയർലി എല്ലാ ഭാഷയിലോട്ടും ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടി വന്നു. എല്ലാ രാജ്യത്തും പ്രിന്റിംഗ് പ്രസ്സിൽ ഇതെടുക്കേണ്ടി വന്നു, കാരണം അത്ര ഫേമസ് ആയി. അപ്പം ഈ ലോകം മുഴുവൻ ഇത് അറിച്ചിട്ട് ഈ ബുക്കിനകത്ത് ഇത് പറഞ്ഞേക്കുന്നത് പറഞ്ഞാൽ റിസർച്ച് മെറ്റീരിയലും ഭഗവത്ഗീത, ഇതിനകത്ത് ഖുറാൻ, ഇതിൽ ബൈബിള്, ഇത് എല്ലാം എടുത്താണ് പുള്ളി ചെയ്തേക്കുന്നത്. അതിനകത്ത് പുള്ളി പറഞ്ഞേക്കുന്നത് എല്ലാം വെച്ച് നോക്കുമ്പോൾ ഇതൊരു സീക്രട്ട് സിവിലൈസേഷൻ നമ്മുടെ അണ്ടർഗ്രൗണ്ടിലുണ്ട്. അവരുടെ ടെക്നോളജിയെ പറ്റി അവർ പറഞ്ഞിട്ടുണ്ട്. സീക്രട്ട് ടെക്നോളജിയാണ്, ഇവർ ജെംസ് ഉപയോഗിക്കുന്നുണ്ട്, സ്റ്റോൺസ് ഉപയോഗിക്കുന്നുണ്ട്, എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇവർ ഉപയോഗിക്കുന്നുണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിക്കുന്ന രീതി അവർ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് അബ്സർഡിറ്റി ആയിട്ട് തോന്നി. പക്ഷെ ഇത് എവിടെ വർക്ക് ചെയ്യുന്നത് നോക്കിയപ്പം ആ യൂളേഴ്സ് ആ ഒരു മെഷീനില്ലേ അതിനകത്ത് ഇത് മാത്രമേ വർക്ക് ചെയ്യൂ. ദാറ്റ് കാനോട്ട് ബി എ കോയിൻസിഡൻസ്. ഈ ഒരു പോയിന്റ് മാത്രം മതി ഇത് പ്രൂവ് ചെയ്യാനെന്നാണ് പുള്ളി പറഞ്ഞുകൊണ്ട് ആ ബുക്ക് തുടങ്ങുന്നത്. മനസ്സിലായോ? ആ പറഞ്ഞേക്കുന്ന ടെക്നോളജി, ആ മാഗ്നറ്റിക് ഫീൽഡിനെ പറ്റി എഴുതി വെച്ചേക്കുന്ന ടെക്നോളജി ഈ ബുക്കുകളിൽ എഴുതി വെച്ചേക്കുന്നത് വർക്ക് ചെയ്യുന്ന ഒരേ ഒരു സ്ഥലത്താണ്. ഭൂമിയിൽ വേറെ ഒരു മോഡലിലും വർക്ക് ചെയ്യത്തില്ല. ആ മോഡൽ വർക്ക് ചെയ്യണമെങ്കിൽ എർത്ത് ഹോളോ തന്നെ ആയിരിക്കണം. സോ ഇറ്റ് കനോട്ട് ബി എ മിത്ത്. മറ്റേ ഇൻഡർസ്റ്റെല്ലാറിൽ കാണിച്ചാണ്. അതെ ഇൻഡർസ്റ്റെല്ലാർ ഞങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു, നമ്മൾ ഇൻഡർസ്റ്റെല്ലാറിൽ ഭൂമി നശിച്ചിട്ട് ഒരു ലോകം ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി നമ്മളുടെ അടിയിലും നടക്കുന്നതിൻ്റെ അടിയിലും നമ്മളുടെ മോളിലും ഒരേപോലെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ നടക്കാം. അപ്പം അതുപോലെ ഉണ്ടാക്കിയുള്ളൊരു സ്ഥലത്ത് മാത്രമേ ഇത് വർക്ക് ചെയ്യൂ. കാരണം അത് അവൻ പ്രൂവ് ചെയ്തു. അങ്ങനെയുള്ളൊരു ബുക്കാണ് ദ കിങ്ഡം ഓഫ് അഗാർത്ത. ഞാൻ ആ ബുക്കിൻ്റെ പടമെല്ലാം കൊടുക്കാം, നിങ്ങൾക്ക് വായിക്കുമെന്ന് അറിഞ്ഞില്ല. ചുമ്മാ നിങ്ങൾക്ക് രാത്രിയൊക്കെ കിടക്കുമ്പോൾ ഒരു ബുക്ക് വായിക്കണമെങ്കിൽ ദിസ് വിൽ ബി എ ഗ്രേറ്റ് ബുക്ക്. അപ്പോൾ പുള്ളി ഇത് എവിടുന്നാണ് പഠിച്ചതറിയാമോ? പുള്ളി ഇതൊരു സാൻസ്കൃത് ഗുരുവിൻ്റെ അടുത്തു നിന്ന് പഠിച്ച് പുള്ളി ഇന്ത്യയിൽ വന്ന് സംസ്കൃതം പറയുന്ന ഒരു ഗുരുവിൻ്റെ അടുത്ത് സംസ്കൃതം പഠിക്കാൻ വന്നു. എന്തിനാ? ഈ ബുക്കുകൾ പുള്ളിക്ക് ആളുകൾ ഇന്റർപ്രറ്റ് ചെയ്ത് കൊടുത്തിട്ട് വിശ്വസിക്കാൻ വയ്യാതെ ഹി ലേൺ സാൻസ്കൃത് ടു ഡീകോഡ് ദിസ് ബുക്സ്. അഗാർത്തയെ പറ്റിയും ബുദ്ധിസത്തിനെ പറ്റിയും പതാളയെ പറ്റിയും ശംബാലയെ പറ്റിയും ഒക്കെ പഠിക്കാൻ വേണ്ടി പുള്ളി സംസ്കൃതം പഠിച്ച് തുടങ്ങി ഇത് ചെയ്ത ആളാണ്. സോ ഹി ഡെഡിക്കേറ്റഡ് അബൌട്ട് 30 years ടു റൈറ്റ് ദിസ് ബുക്ക്.
നമ്മളപ്പോൾ അത് ക്രേസി. നിനക്കൊരു ബുക്ക് നമുക്കിപ്പം മനസ്സിലാവുന്നുണ്ട് ഹൗ ടൈം ഈസ്. 30 years ഫോർ എ ബുക്ക് ഈസ് ലൈഫ് ഓഫ് ഡെഡിക്കേഷൻ, ഒരു ജീവിതത്തിൻ്റെ ഡെഡിക്കേഷനാണ്. അപ്പോൾ അത് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടില്ല എന്ന് വെക്കരുത്, ജസ്റ്റ് ട്രൈ ചെയ്യുക. അതെ ട്രൈ ചെയ്യുക. ഞാൻ ബുക്ക് റിവ്യൂ ചെയ്യുന്ന ഒരാളാണ്. ലെറ്റ് മീ ടെൽ യു, 2003 2000 ഞാൻ ജനിച്ച മുതൽ ഇങ്ങോട്ട് ഇറങ്ങിയ ബുക്സ് എല്ലാം സിംപ്ലി മാസ് മാർക്കറ്റഡ് ഷിറ്റ്. 90% ഓഫ് ദം ദേ ആർ റിട്ടൺ ഫോർ 2 things, ഫെയിം ആൻഡ് മണി. ഇത് രണ്ടേ ഉള്ളൂ. ബാക്കി എന്തും എനിക്കിത് ഒരു പ്രിസൈസ് കൺസൈസ് വാല്യൂ. ഞാൻ 19 ബുക്ക് റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ബുക്ക് സെലക്റ്റീവ് ആയിട്ട് എടുക്കുന്നത് 1940s 1950s മുന്നോട്ടുള്ള റൈറ്റേഴ്സ്. കാരണം അവർക്ക് ഒറിജിനൽ ഐഡിയ ഉള്ളൂ. അവര് മാർക്കറ്റ് ചെയ്യാൻ എടുത്തതല്ല. അല്ലല്ല, അവരൊക്കെ കഴിഞ്ഞു പോയി. അവർ 1-2 ബുക്ക് ലൈഫ് ടൈമിൽ എഴുതി. ഈ റൈറ്റേഴ്സ് 30 വർഷത്തിൽ 420 ബുക്കൊക്കെ എഴുതി. ഒരു വർഷത്തിൽ 8 ബുക്കൊക്കെ പബ്ലിഷ് ചെയ്യുക. എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് നിനക്ക് ഒരു ബുക്ക് റെക്കമെൻഡേഷൻ ഞാൻ തരാം. ദി ഭഗവത പുരാണ വായിച്ചു തുടങ്ങാം. ഞാൻ ഇത്ര നാൾ വെസ്റ്റേൺ വായിച്ചു. ഇനി ഈസ്റ്റേണിലോട്ട് വായിക്കാന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. നോട്ട് ഈസ്റ്റേൺ, ദിസ് വാസ് ദ ബുക്ക് ഓഫ് ദ വേൾഡ്. കഥ എടുത്താണ് ലോകത്തെല്ലാം കൊടുത്തത്. ഭഗവത്ഗീത. ഓക്കെ ചുമ്മാ തുടങ്ങിക്കോ. ഗീത വായിച്ചു ഞാൻ. പക്ഷേ ഞാൻ വായിച്ചത് ഏകനാഥ് ഈശ്വരൻ ഇന്റർപ്രിട്ടേഷൻ അല്ല. യു ഹാവ് ടു അത് പോട്ടെ. അപ്പോൾ ഈ ബുക്കിനകത്ത് എഴുതിയേക്കുന്നത്, ഈ സംസ്കൃത ടീച്ചറും പഠിപ്പിച്ചത്, ഇവൻ ബുദ്ധിസ്റ്റ് മോങ്സിന്റെ അടുത്ത് പോയി പഠിച്ചത്, ഇവരെല്ലാം പറയുന്നത് അഗാർത്തൻസ് എന്ന് പറയുന്നത് ഗാർഡിയൻ ഓഫ് സീക്രട്ട് നോളജ് എന്നാണ്. അഗാർത്തൻസ് എന്ന് പറയുന്നത് അണ്ടർ എർത്ത്. ഇവരെങ്ങനെയാണ് അണ്ടർ എർത്തിൽ പോയതെന്ന് ബുദ്ധിസ്റ്റ് മോങ്കുകൾക്ക് അറിയാമെന്നും അവിടുത്തെ റൂമർ എന്താന്ന് വെച്ചാൽ അറ്റ്ലാന്റിസ് ലെമൂറിയ അല്ലെങ്കിൽ പണ്ട് നടന്ന 2 വലിയ ലോകമഹായുദ്ധങ്ങൾക്ക് ശേഷം ഭൂമി ജീവിക്കാൻ പറ്റാത്ത ഒരു ക്ലൗഡ് നിറഞ്ഞു. യുദ്ധത്തിന് ശേഷം റേഡിയേഷൻ ആവാം, ഭൂമി മുഴുവൻ ഒരു ജീവിക്കാൻ പറ്റാത്ത ക്ലൗഡ് നിറഞ്ഞെന്നും അവസാനം ദ ഫ്യൂ സർവൈവേഴ്സ് ഗോട്ട് ഇൻ ടു അഗാർത്ത ടു എന്താ പറയുന്നത്, അഗാർത്തയിൽ വന്നു. എന്തിനാണ്? ഈ മേഘത്തിൽ നിന്ന് രക്ഷപ്പെടാൻ. കാരണം മുകളിൽ ജീവിക്കുന്നവരെല്ലാവരും അസുഖം വന്ന് മരിച്ചു പോവാം. അങ്ങനെ താഴെ വന്നെന്നും അവസാനം ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം മുകളിലോട്ട് വന്നപ്പം നാഗാസ് പോലെ സർപ്പൻറ്റൈൻ ജീവികളാണ് ലോകം മുഴുവനെന്നും, എന്നിട്ട് ഇവർ ഈ ടെക്നോളജി എല്ലാം കൊണ്ടുവന്ന് റീസ്റ്റാർട്ട് ചെയ്ത സിവിലൈസേഷൻ എർത്തിനകത്താണ്. സോ ദേ റാപ്പിഡ്ലി ഗോട്ട് ഹൈടെക് ആൻഡ് അവർക്ക് മനസ്സിലായി എന്തൊക്കെയാണ് തെറ്റ്, വെപ്പൺസിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്. ഇവരപ്പോൾ ടെക്നോളജിക്കലി അഡ്വാൻസ് ആയി. എന്നിട്ട് എന്ത് ചെയ്തു? ഇവർ തിരിച്ചു വന്നപ്പോൾ ലോകം മുഴുവൻ സർപ്പൻറ്റൈൻ ബീങ്സ്. മേ ബി ചിലപ്പോൾ അവർ ഈ ലോകത്ത് റേഡിയേഷൻ മൂലം ഉണ്ടായ എവല്യൂഷൻ ആയിരിക്കാം. സർപ്പൻറ്റൈൻസ്, നാഗാസ് പോലെ ആയത് ഒരു പ്രത്യേകതരം ജീവികളാണത്. ബ്ലാക്ക് മഷ്റൂംസ് ഇപ്പോൾ ഉണ്ടായില്ല അതുപോലെ. അതുപോലെ. അപ്പോൾ എന്നിട്ട് ഇവരെന്താ ചെയ്ത്? അഗാർത്തൻസ് പിന്നെയും ഇവരെ യുദ്ധം ചെയ്ത് കൊന്നിട്ട് അവരുടെ മക്കളെ ഇതിലേക്ക് ഭൂമിയുടെ മുകളിലേക്ക് വിട്ടിട്ട് ഇവർ താഴേക്ക് പോയി. അവർ തിരിച്ചു വരാൻ സമയമായിട്ടില്ല. ഈ ലോകം മുഴുവൻ തീർത്തിട്ട് പുതിയ ലോകം തുടങ്ങാൻ സമയമാവുന്ന ആള്, കൽക്കി എന്ന് വിശ്വസിക്കുന്ന ആള്, അഗാർത്ത എന്നല്ലെങ്കിൽ ശമ്പാള എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിക്കാനും പോകുന്നത്. ആൻഡ് വെൻ ഹീ കംസ് ദ വേൾഡ് എൻഡ്സ്. മനസ്സിലായോ? പുള്ളി എപ്പോൾ വരുന്നോ എന്ന് പറഞ്ഞാൽ ദി ബീയിങ്സ്, നമ്മൾ ഇത്രയും നേരം കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞുകൊണ്ടിരുന്ന ബീയിങ്സ് അണ്ടർ വേൾഡിൽ നിന്ന് അല്ലെങ്കിൽ ശമ്പാളയിൽ നിന്ന് അല്ലെങ്കിൽ അഗാർത്തയിൽ നിന്ന് എന്ന് മുകളിലോട്ട് വരുന്നോ അന്ന് അവർ നാഗങ്ങളെ കൊന്നു തീർത്ത പോലെ മനുഷ്യരെ കൊന്നു തീർക്കും. അതുകൊണ്ടായിരിക്കാം ലോകത്തിലെ ഇതുപോലുള്ള ഏറ്റവും വലിയ അണ്ടർഗ്രൗണ്ട് ടണല് ഭൂമിയുടെ ഏറ്റവും അടിത്തട്ടിലേക്കുള്ള ഗാസ എന്ന് പറയുന്ന സ്ഥലത്തിന് വേണ്ടി ഒരു ഫാക്ഷനും മറ്റൊരു ഫാക്ഷനും യുദ്ധം കൂടുന്നത്. ഇപ്പോഴും അതിനെപ്പറ്റി ചൊല്ലുന്നുണ്ട്. അതിനകത്ത് ഒരു ഫാക്ഷന് താഴെയുള്ള ആളുകളുടെ ഡിസെൻഡൻസ് ആണെന്നും മറ്റേ ഫാക്ഷൻ താഴെയുള്ള ആളുകളെ യുദ്ധം ചെയ്ത പണ്ടത്തെ ആളുകളുടെ ഡിസെൻഡൻസ് ആണെന്നും, ജൂതന്മാരും ഇസ്ലാമുകളും ഒരാള് സർപ്പൻറ്റൈൻ ആളുകളാണെന്നും മറ്റേ ആള് അഗാർത്തൻസിന്റെ ആളുകളാണെന്നും അവർ തമ്മിൽ ഇവരെ പുറത്ത് കൊണ്ടുവരണോ അകത്ത് കൊണ്ടുവരണോ എന്നുള്ള യുദ്ധത്തിന് വേണ്ടിയാണെന്നും ഭയങ്കരമായ ഒരു കഥയുണ്ട്. അതിലേക്ക് നമ്മൾ പോകുന്നില്ല. നമ്മൾ പോയി കഴിഞ്ഞാൽ ഭയങ്കരമായ രാഷ്ട്രീയം മാത്രമല്ല മതവും പറയേണ്ടി വരും. അതെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ 2 മതത്തിൽ ഒരാളെ വില്ലനും ഒരാളെ ഭൂമി നശിപ്പിക്കാൻ വരുന്ന ആളും ഒരാളെ ഭൂമി രക്ഷിക്കാൻ വരുന്ന ആളും ആക്കേണ്ടി വരും.
ഞാൻ അതിന് തയ്യാറല്ല. അതിനെക്കുറിച്ച് നമ്മൾ ഡീപ്പായിട്ട് വേണമെങ്കിൽ ഹിറ്റ്ലറിനെ ഉൾപ്പെടെ നമ്മൾ ജസ്റ്റിഫൈ ചെയ്യേണ്ടി. അതെ, അത് ഞങ്ങൾ പഠിച്ചു പോയപ്പോൾ ഹിറ്റ്ലർ വാസ്, അതങ്ങനെ നമ്മൾ പറയണ്ട, പോട്ടെ. ഹിറ്റ്ലറിന് അയാളുടെ വിഷൻ ഉണ്ടായിരുന്നു, അങ്ങനെ പറയാം. ഉറപ്പായിട്ടും. അങ്ങനെ ഈ അഗാർത്തൻസിന്റെ മക്കൾ പറയുന്നത് ഈ അഗാർത്തൻസ് അല്ലെങ്കിൽ അഗാർത്തൻസ് ഫൈനലി ഭൂമിയിലേക്ക് വരുമ്പോൾ ഒരു ഗോൾഡൻ ഏജ് കൊണ്ടുവരുമെന്നും അവരുടേതല്ലാത്ത കാരണത്താൽ ഭൂമിയെ ഉപയോഗിക്കുന്നവരെ ഇല്ലാതാക്കുമെന്നും പുതിയൊരു ഗോൾഡൻ ഏജ് തുടങ്ങുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ബുദ്ധിസത്തില് ഗോൾഡൻ ഏജ് എന്നുള്ള വാക്കാണ് ദ ന്യൂ ഏജ് ഓഫ് ഗോൾഡ്. ഹിന്ദുയിസത്തില് പുതിയ യുഗം തുടങ്ങുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ആൻഡ് ദ ഫസ്റ്റ് യുഗ ഈസ് ഓൾവേസ് ഗോൾഡൻ യുഗ. അപ്പോ ദേ ആർ വെയിറ്റിംഗ് ഫോർ ദ ഡ്വെല്ലേഴ്സ് അണ്ടർഗ്രൗണ്ട്. വി ആർ വെയിറ്റിംഗ് ഫോർ ദ ജഡ്ജ്മെന്റ്. അതെ, നമ്മൾ മുസ്ലിംസിന്റെ ഇതില് മഹീദി എന്നാണെന്ന് തോന്നുന്നു പറയുന്നത്. മഹീൽദി അങ്ങനെ ഒരാൾ വരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. വെളുത്ത കുതിരക്കകത്ത് ഒരാൾ വരും നമ്മളുടെ ഭൂമിയിലെ ജഡ്ജ്മെന്റ് ചെയ്യാൻ. ക്രിസ്ത്യൻസിന് വരുന്നത് അതും വെളുത്ത കുതിരയിലാണ് വരുന്നത് ദ മെസ്സായയാണ് വരുന്നത്. ജീസസിന്റെ സെക്കൻഡ് കമ്മിങ് എന്നൊക്കെ പറയുന്നു. യഥാർത്ഥത്തിൽ ക്രൈസ്റ്റ് വരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. മെസ്സായ വന്ന് എന്തിനാ വരുന്നത്? ഭൂമിയെ രക്ഷിക്കാനല്ല, ഭൂമിയുടെ യഥാർത്ഥ മക്കളെ ശിക്ഷിക്കാനും അല്ല, യഥാർത്ഥ മക്കളെ രക്ഷിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനും മക്കളല്ലാത്തവരെ ശിക്ഷിച്ച് നരകത്തിലേക്ക് കൊണ്ടുപോകാനുമാണ് വരുന്നത്. കൽക്കി എന്തിനാണ് വരുന്നത്? രക്ഷിക്കാനോ ശിക്ഷിക്കാനോ അതൊന്നുമല്ല, ഭൂമി അവസാനിച്ചിട്ട് പുതിയ യുഗം തുടങ്ങാൻ. അതും കൽക്കി എങ്ങനെയാണ് വരുന്നത്? വെള്ളക്കുതിരയിലാണ് വരുന്നത്. മെസ്സായ എങ്ങനെയാണ് വരുന്നത്? വെള്ളക്കുതിരയിലാണ് വരുന്നത്. മറ്റേ മെഹീദി എന്നാണ് തോന്നുന്നു പേര്. പുള്ളി എങ്ങനെയാണ് വരുന്നത്? വെള്ളക്കുതിരയിലാണ് വരുന്നത്. ഇവരെല്ലാവരും പറയുന്നത് ഒരേ ആളെ പറ്റിയാണ്. അവരെല്ലാവരും ജനിക്കുന്നത് പല കൾച്ചറിലും, ബുദ്ധിസത്തിലും ഹിന്ദുസത്തിലും എല്ലാം പറയുന്നത് അഗാർത്തയിലാണ്. അഗാർത്ത എവിടെയാണ്? അണ്ടർഗ്രൗണ്ട് ആണ്. പുള്ളിക്കാർ വരുമ്പോഴാണ് ലോകം അവസാനിക്കാൻ പോകുന്നത്. എല്ലാ റിലീജിയനും എല്ലാ സിവിലൈസേഷനും ഏറെക്കുറെ എന്നാ പറയുന്നത്, ഏറെക്കുറെ ഒന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ now we will move on to എഡ്മണ്ട് ഹെയ്ലി എന്ന് പറയുന്ന ആൾ ഒരു എന്താ പറയുന്നത്, ഒരു സ്ട്രേഞ്ച് കോമ്പസ് റീഡിങ് കണ്ടുപിടിച്ചു. എന്ന് പറഞ്ഞാൽ പുള്ളി ഭയങ്കര സയന്റിസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഏകദേശം 18th സെഞ്ചുറി 19th സെഞ്ചുറിയിലാണ് പഠനം വരുന്നത്. പുള്ളി കണ്ടുപിടിച്ച എന്താന്ന് പറഞ്ഞാൽ ഈ കോമ്പസ് റീഡിങ്ങിലും പുള്ളി ഭയങ്കര വലിയ ആസ്ട്രോണമറും ഫിസിസിസ്റ്റും ജിയോളജിസ്റ്റും ഒക്കെ ആയിരുന്നു. പുള്ളി കണ്ടുപിടിച്ച് അറോറ ബോറിയോളസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അവിടെ നമ്മൾ മറ്റേ മാഗ്നറ്റിക് ഇതാണ് അതാണ് എന്നൊക്കെ പറഞ്ഞാലും അവിടെ ഒരു പ്രത്യേകതരം ആർഗോണോ ഏതോ ഒരു ഗ്യാസ് വരുമ്പോഴാണ് ഇത് ഈ കളർ കിട്ടുന്നത്. ആ വരുന്ന മാഗ്നറ്റിക് ഫീൽഡും എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡും എന്ന് പറഞ്ഞാൽ പോളിൽ മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ഒരു പ്രത്യേകതരം ഗ്യാസ് വരുമ്പോഴുമാണ് ഈ കളർ കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇത് മിനുങ്ങുന്നത്. അപ്പോൾ ഈ അറോറ ബോറിയോളസ് വരുന്ന ഗ്യാസ് ഏതാണ്? ഇതൊക്കെ കണ്ടുപിടിച്ച് പോയി നോക്കി. അപ്പോൾ ഈ ഗ്യാസ് നാച്ചുറലി എല്ലായിടത്തും കുറേശ്ശൊക്കെ വരും, പക്ഷെ രണ്ടിടത്ത് പ്രത്യേകം വരുന്നത് രണ്ട് പോളിലാണ്. പോളിൻ്റെ ഗുണം എന്താന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഇന്നും ഞാൻ ഉൾപ്പെടെ ആളുകൾ വിചാരിക്കുന്നത് പോള് നോർത്ത് പോളും സൗത്ത് പോളിലും ഉൾപ്പെടെ പല സയൻറ്റിസ്റ്റുമാരും നിങ്ങൾക്ക് ചർച്ച ചെയ്ത് നോക്കാം. ഞാൻ ആളുകളുടെ പേരെന്ന് പറഞ്ഞ് നിങ്ങളെ ഒന്നും പ്രൂവ് ചെയ്യാൻ നോക്കുന്നില്ല. വിശ്വസിക്കുന്നത് എർത്ത് എന്ന് പറയുന്ന ആ സാധനത്തിൻ്റെ രണ്ട് പോളും ഹോളോ എർത്തിലേക്കുള്ള എൻട്രൻസ് ആണെന്നും വലിയ ഹോളുകളുണ്ടെന്നും അതിലേക്കൂടെ പോയവരുടെ പല കഥകളും പല തെളിവുകളും നാസയുടെ ഫോട്ടോയുടെ തെളിവുകളും ഒക്കെ ഉണ്ട്. ഞാൻ അതൊക്കെ ഇവിടെ കൊടുക്കാം. ഒരു ഫോട്ടോയിലെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം, അതെല്ലാം കുറച്ച് കഴിഞ്ഞിട്ട് വരാം. അപ്പോൾ ഈ അറോറ ബോറിയോളസിൻ്റെ ഗ്യാസ് ഇത് വരുന്നത് അത്രയും ക്വാണ്ടിറ്റിയിൽ വരണമെങ്കിൽ വലിയൊരു എസ്കേപ്പ് വേണം. അത് ഭൂമിയുടെ അടിയിൽ നിന്നാണ് വരികയും ചെയ്യുന്നത്. അങ്ങനെ പുള്ളി നോക്കി സയൻറ്റിഫിക് എവിഡൻസ് എടുത്തു, ഇതെടുത്തു അതെടുത്തു. അങ്ങനെ പുള്ളിയാണ് ആദ്യമായിട്ട് സജസ്റ്റ് ചെയ്യുന്നത് നോർത്തിലും സൗത്തിലും ഇന്നർ എർത്തിൽ നിന്ന് ഒരു എൻട്രൻസ് വരുന്നുണ്ടെന്ന്. അങ്ങനെ സെർച്ച് ചെയ്ത് പോയി എക്സ്കവേഷൻ കഴിഞ്ഞതിന് ശേഷം നോർത്ത് പോളും സൗത്ത് പോളും മിലിറ്ററിലി ക്ലോസ് ചെയ്തു. ഇപ്പോഴും ക്ലോസ്ഡ് ആണോ? സ്റ്റിൽ ടുഡേ. നേറ്റോ മാത്രമല്ല, ലോകത്തിലെ എല്ലാ സർക്കാരും USSRും റഷ്യയും ചൈനയും ഇന്ന് ന്യൂക്ലിയർ ഇട്ട് ചാവാൻ നിൽക്കുവാണെങ്കിലും അവർ രണ്ടുപേരും ഒരേ സ്ഥലത്ത് സ്റ്റേഷൻ ചെയ്യുന്നത് നോർത്തിലും സൗത്തിലുമാണ്. മനുഷ്യരവിടെ പൊക്കൂടാ, കാണാൻ പാടില്ലാത്ത എന്തോ ഉണ്ട്. എല്ലാ നാസയുടെ ഫോട്ടോയും ഫേക്കാണെന്ന് ഞാൻ പറയുകയാണ്. കാരണം ഇതുവരെ ഒരു ഫോട്ടോ പോലും അൺഫിൽറ്റേർഡ് ആയിട്ട് നമ്മൾ കണ്ടിട്ടില്ല. ഒരേ സമയം നാസ ഇട്ട അല്ലെങ്കിൽ ഓർബിറ്റർ ഇട്ടത് രണ്ട് ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം. ഒന്ന് ഒരു വർഷം ഇട്ടത് വേറൊരു മാഗസീൻ ഇട്ടത്, ഒന്ന് വേറൊരു മാഗസീൻ ഇട്ടത്.
ക്ലിയർലി നമുക്ക് നോർത്ത് പോൾ, ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഒരെണ്ണം ഇവിടെ തരും. നാസയുടെ സൈറ്റിൽ വന്നതാണ് നോർത്ത് പോൾ, ഒന്ന് എഡിറ്റഡും ഒന്ന് നോൺ എഡിറ്റഡും. നോർത്ത് പോളിനകത്ത് ഒരു ഹോളോ സാധനം വരണമെന്ന് ഞാനും കുറച്ച് കേട്ടിട്ടുണ്ട്. സംഭവം വെച്ചാൽ കാരണം അത് ഗ്രാവിറ്റേഷണൽ സ്ട്രിങ് എന്തോ വന്നാലേ കറക്റ്റ് ആ പോള്. അതെ, അത് കറങ്ങി ആ പോളിനകത്തോട്ട് വരണമെങ്കിൽ അതേപോലുള്ള ഷേപ്പ് വരണം. ലോകത്തിലെ എല്ലാ തിയറികളും എല്ലാ സയന്റിസ്റ്റുകളും 90% വിവരമുള്ള സയന്റിസ്റ്റുകളും പറയുന്നത് ഇങ്ങനെയാണ്. പക്ഷെ സയന്റിഫിക് കമ്മ്യൂണിറ്റിയിൽ വോട്ട് ചെയ്യുന്ന സയന്റിസ്റ്റുമാർ ഇങ്ങനെയല്ല പറയുന്നത്. എന്താ എനിക്കറിയത്തില്ല, ഞാൻ കേട്ടിട്ടുള്ള മേ ബി ഐ എം റോങ്. പക്ഷെ പോളിന്റെ അവിടെ നിന്നാണ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ ഒരു സാധനം എർത്താന്നുണ്ടെന്ന് വെച്ചോ, ഇങ്ങനെ ഈ ഒരു സെന്റർ എർത്തിന്റെ രണ്ടിടത്തു നിന്ന് മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നത് ഇവിടുന്ന് എന്തോ ഒരു സാധനം പോൾസിന്റെ രണ്ടിലും ഉണ്ടെന്ന് എന്തൊക്കെയൊക്കെയോ തിയറി ഞാൻ വായിച്ചിട്ടുണ്ട്. ബട്ട് ഐ ഡോണ്ട് നോ ഇഫ് ദാറ്റ്സ് ട്രൂ ഓർ നോട്ട്. ഹോപ്പ്ഫുള്ളി അതിനെന്തെങ്കിലും സെൻസ് ഉണ്ട്. പിന്നെ അറോറോ ബോളിയോളിസ് എന്ന് പറയുന്ന സാധനം മാഗ്നറ്റിക് ഫീൽഡിന്റെ മാത്രം കാരണം വെച്ച് വരത്തില്ല, അത് 100% ഉറപ്പാണ്. മാഗ്നറ്റിക് പോൾ മാത്രം വരത്തില്ല, കാരണം അങ്ങനെ ഭൂമിയുടെ നടുക്കും പല സ്ഥലത്തും വരണ്ടേ. അടുത്തുള്ളതാണ് നിങ്ങൾ പറയുന്നതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ അതിൽ കൂടുതൽ ഞങ്ങൾ റിസർച്ച് ചെയ്തിട്ടാണ് വരുന്നിരിക്കുന്നത്. നമുക്കറിയാത്ത പല കാര്യങ്ങളും പല മാഗ്നറ്റിക് ഫീൽഡുകളും ഉണ്ട്. അപ്പൊ അതുപോലെ ഉള്ള വേറൊരു ഇതാണ്, നിങ്ങൾ കോല സൂപ്പർ ഡീപ്പ് ബോർഹോളിനെ പറ്റി കേട്ടിട്ടുണ്ടോ? നീ പറഞ്ഞ റഷ്യയിലാണെന്ന് തോന്നുന്നു അല്ലേ? റഷ്യയിലാണെന്ന് എനിക്ക് ഉറപ്പില്ല. അത് കോല സൂപ്പർ ഡീപ്പ് ബോർഹോളാണ്. ലോകത്തിലെ ഏറ്റവും ഡീപ്പായിട്ട് മനുഷ്യരിലാണോ ഐസ്ലാൻഡിലാണോ എനിക്ക് കറക്റ്റ് അറിയത്തില്ല. KOLA സൂപ്പർ ഡീപ്പ് ബോർഹോൾ എന്ന് പറയുന്നത് നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ കുഴി, മനുഷ്യർ കുഴിച്ച കുഴിയാണത്. എന്ന് വെച്ചാൽ ഏകദേശം എത്ര വീടെന്ന് അറിയാവോ? 40,230 ഫീറ്റാണ് നമ്മൾ ഭൂമിയുടെ അടിയിലോട്ട് പോയത്. 40,230 ഫീറ്റ്, 2 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 7.5 കിലോമീറ്റർ. 7.5 കിലോമീറ്റർ, 10 കിലോമീറ്റർ അതിനകത്ത്. എത്ര അറിയാവോ? ഇത് 6,000 ഉണ്ട്. അവിടുന്ന് ഇങ്ങേ അറ്റം വരെ ഇങ്ങേ അറ്റം. റേഡിയസ് ആണോ ഡയ ആണോ എന്ന് എനിക്ക് ഉറപ്പില്ല. 6,000-നകത്ത് നമ്മൾ മനുഷ്യർ ഇത്രയും നാളായിട്ട് ഇത്രയും ടെക്നോളജി ആയിട്ട് പോയേക്കുന്നത് 7.5-ആണ്. 6,000-ല് ഭൂമിയാ, 6,000-ല് 7.5-ആണ് പോയേക്കുന്നത്. നോട്ട് ഈവൻ 1%. 1% എന്ന് ചിലപ്പം പറയാൻ പറ്റില്ല. 0.15% നമ്മൾ പോയേക്കുന്നത്. മനസ്സിലായോ? ഡയമീറ്ററിന്റെ എങ്കിൽ ഡയമീറ്ററിന്റെ റേഡിയസ് ആണല്ലോ 1% എത്തത്തില്ല. ഓക്കെ, അപ്പോ ഇത്രയും വൃത്തികെട്ട അറിവ് വെച്ചാണ് നമ്മൾ ലോകത്ത് എല്ലായിടത്തും ഇത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത്രയും പോയിട്ട് എന്താ നിർത്തിയെന്നറിയാവോ? ഹയർ ടെമ്പറേച്ചർ ദാൻ എക്സ്പെക്റ്റഡ് എന്ന് പറഞ്ഞാൽ കോറിൻ്റെ അവിടെ കാണേണ്ട ടെമ്പറേച്ചർ, അല്ലെങ്കിൽ നമ്മൾ കാര്യത്തിൽ കുഴിച്ച് പോകുമ്പോൾ തണുത്ത് വന്നിട്ട് അടിയിലാണ് ചൂടാവുന്നതെന്ന്. ഇത്രയും പോയതിന് ശേഷം 350 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാവുക. ഈ 350 ഡിഗ്രി സെൽഷ്യസിൽ കിടന്ന് കറങ്ങി ഇത് ഉരുകി പോവുക. അവസാനം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായോ? അങ്ങനെ എക്സ്കവേഷൻ സ്റ്റോപ്പ് ചെയ്ത് ഭൂമിയിലെ ഏറ്റവും വലിയ ടെക്നോളജിയും ഏറ്റവും വലിയ ശാസ്ത്രജ്ഞന്മാരും വന്ന് ഭൂമി തുറക്കാൻ നോക്കിയിട്ട് 0.15% പറ്റിയത്. നമ്മളാണ് ഭൂമിയുടെ ഫുള്ള് പടവും കേക്ക് മുറിക്കുന്ന പോലെ മുറിച്ച് പഠിപ്പിച്ച് വിടുന്നത്. വി ഹാവ് നോ ഐഡിയ ഹൗ ദ എർത്ത് ഈസ്. ഇൻസൈഡ് എർത്തില് എന്താണെന്നോ എങ്ങനെയാണെന്നോ ഒരു ഐഡിയ ഇല്ല. നമ്മൾ വെറുതെ ഗസ് വർക്ക് ചെയ്യാണ്. ഈവൻ ഇൻ ദ തിയറി ഇറ്റ് ഈസ് നോൺ ആസ് ദ എർത്ത് കോർ മാൻഡിൽ ക്രസ്റ്റ് തിയറി. അതൊരു തിയറി മാത്രമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ പേര് വോട്ട് ചെയ്തേക്കുന്ന തിയറി. അപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് 2023 പുതിയൊരു ഡിസ്കവറി കണ്ടുപിടിച്ചു. 2023 ഡിസ്കവറി എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ വർഷമാണ് എർത്തിൻ്റെ ഇന്നർ കോർ അങ്ങ് സ്റ്റോപ്പ് ചെയ്തു. എർത്തിൻ്റെ ഇന്നർ കോറ് സ്റ്റോപ്പ് ചെയ്തു, കറങ്ങുന്നില്ല. ഇപ്പോൾ ഭൂമി കറങ്ങുന്നുണ്ടെന്നല്ലേ പറയുന്നത്. ഭൂമി കറങ്ങുന്നുണ്ട്, പക്ഷെ എർത്തിൻ്റെ ഇന്നർ കോർ ഇപ്പോൾ കറങ്ങുന്നില്ല. റീസെന്റ് 2 years ago, 1 year ago. Who found out it? The scientific community, all of it. ന്യൂസിൽ ഏഷ്യാനെറ്റിലൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ കണ്ടായിരുന്നു. ഏഷ്യാനെറ്റിൽ വരെ വന്നേ ഗൈസ്. ഏഷ്യാനെറ്റ് പക്കയാണ് കേട്ടോ. അപ്പോൾ ഇത് വന്ന് അങ്ങനെ നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇന്നർ കോറിനകത്ത് ഉടനെ അതിന് എക്സ്പ്ലനേഷൻ 3 വർഷത്തിനകം വന്നു. നമ്മുടെ എല്ലാ ഡേറ്റയും ഉണ്ടല്ലോ. ഇന്നർ കോറിനകത്ത് ഒരു ഇന്നർ കോർ കൂടെ ഉണ്ട്. അത് സോളിഡ് ആണെന്നും അതിന് വെളിയിലിരിക്കുന്ന മോൾട്ടൺ ആണെന്നും
എന്നൊക്കെ പറഞ്ഞ് 2 ദിവസത്തിനകത്ത് പുതിയ തിയറി വന്നു. ഓക്കെ, കഴിഞ്ഞ 100 വർഷമായിട്ട് നമ്മൾ വിശ്വസിക്കുന്ന തിയറി തെറ്റാണെന്ന് പറഞ്ഞതിന്റെ 2ാമത്തെ ദിവസം പുതിയ തിയറി വന്നു. ഓക്കെ, അപ്പോൾ ഇത് വാട്ട് ആർ ട്രൈങ് ടു പ്രൂവ്? അവർ പ്രൂവ് ചെയ്യല്ല, ദേ വാണ്ട് ടു കീപ് ദിസ് മോഡൽ വാട്ട് എവർ ഹാപ്പൻസ്. ഓക്കെ, ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, സീരിയസ് ആയിട്ടൊരു ഫ്ലോ വന്നു കഴിഞ്ഞാൽ, ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? റീമോഡൽ ചെയ്യണം, പഠിക്കണം, ഭയങ്കര ക്യൂരിയോസിറ്റി വരണം. 2ാമത്തെ ദിവസം പുതിയ തിയറി പബ്ലിഷ് ചെയ്തു. ഇതാണ് നമ്മളുടെ സയന്റിഫിക് കമ്മ്യൂണിറ്റി. എന്നിട്ട് പറയുന്നത് ആ ഇന്നർ കോറിൻ്റെ അകത്ത് വരുന്ന ഇന്നർ കോറ് സോളിഡ് അയൺ ആണെന്നാണ്. അപ്പോൾ അത് പോട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, എവറിത്തിങ് വി നോ എബൌട്ട് ഇൻസൈഡ് എർത്ത് ഈസ് ആൻ എഡ്യൂക്കേറ്റഡ് ഗെസ് ഓൺലി. 100%. എന്ന് പറഞ്ഞാൽ പുതിയൊരു ഫിനോമിനൻ 2 ദിവസം കഴിയുമ്പോൾ വരുമ്പോൾ നമ്മൾ പുതിയൊരു തിയറി ഉണ്ടാക്കും. വെച്ച് കെട്ടി തുന്നി തയ്ച്ച് പോവാണ്. ഈ ഷർട്ടല്ല ഇടേണ്ടതെന്ന് നമ്മൾ ഇതുവരെ മനസ്സിലാക്കുന്നില്ല. തുന്നി പോവാണ്. ഫുട്ബോൾ കളിക്കാൻ സിൽക്ക് ഇട്ടുകൊണ്ട് പോയി എന്നാലും ഒരു ദിവസം കീറും, ഉറപ്പായിട്ടും കീറും. അപ്പോൾ എർത്ത് ഹോളോയാണോ, എർത്ത് കറക്റ്റ് ആണോ, എർത്ത് സോളിഡ് ആണോ എന്നൊന്നും നമുക്ക് ഒരു ഐഡിയ ഇല്ല. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അതുപോലെ തന്നെ ഇത്രയും ബേസ്ലെസ് എവിഡൻസ് തന്നിട്ട് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാതെ അതിനെ മഗപ്പ് ചെയ്തിട്ട് തിയറീസ് ഓഫ് ഭയങ്കര എവിഡന്റ് ആയിട്ടുള്ള നമ്മുടെ മിത്തിക്സിനെ നമ്മൾ പുച്ഛിച്ചു കളയും. അതെ, അതാണ് എനിക്ക് ഏറ്റവും. അതെ, ഇതിനെക്കാട്ടിയും വൃത്തിയായിട്ട് അവിടെ എഴുതി വെച്ചതിന് തെളിവെങ്കിലും കൊടുത്തു. അവിടെ ഹൈപ്പോത്തിസിസ് ആണെങ്കിലും ഹൈപ്പോത്തിസിസ് ആണെങ്കിലും ഈ ഹൈപ്പോത്തിസിൽ വന്ന ഉപനിഷത്തുകൾ 7 കാണും. ഞങ്ങൾ എങ്ങനെ ഇവിടെ വന്നു എന്നുള്ള ഡിബേറ്റുകൾ എഴുതും. ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഒരു ടീം അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഇരിക്കും, ഇന്നൊരു ടോപ്പിക് ഇടും, ഒരാൾ ടു, ഒരാൾ അഗൻസ്റ്റ്, എന്നിട്ട് 5 മിനിറ്റ് കഴിയുമ്പോൾ തിരിക്കും. അതെ, ഇപ്പം ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ ഞാനും ഇവനും തമ്മിൽ ഡിബേറ്റ് ചെയ്യും. ഭൂമിയുടെ ഷേപ്പ് ഞാൻ ഹോളോ ആണെന്ന് പറയും, ഇവ സോളിഡ് ആണെന്ന് പറയും. അപ്പം വേറൊരാൾ ഇതെല്ലാം ഇരുന്ന് എഴുതും. എന്നിട്ട് 20 മിനിറ്റ് ഡിബേറ്റ് കഴിഞ്ഞിട്ട് ഇത് തിരിയും. ഞാൻ സോളിഡ് ആണെന്ന് പറയും, ഇവ ഹോളോ ആണെന്ന് പറയും. അപ്പോൾ മാക്സിമം ഐഡിയാസ് എക്സ്ട്രാക്ട് ചെയ്ത് ആ ഐഡിയാസ് എല്ലാം എഴുതി വെച്ചിട്ട് ആ ഐഡിയാസ് മാത്രമാക്കിയിട്ട് ഇൻഫറൻസ് ഒന്നും ദർ ഈസ് നോ ഹെൻസ് പ്രൂവ്ഡ് ഇല്ല, ഓൺലി ഐഡിയാസ് ആയിട്ട് എഴുതി വെച്ചേക്കുന്ന ബുക്കാണ് ദ ഉപനിഷത്സ്. ദ ബെസ്റ്റ് റോ ഐഡിയാസ് എവർ. ഒരു മഗ്ഗപ്പിങ്ങും ഇല്ല, ഒരു തിയറീസും ഇല്ല, ജസ്റ്റ് പ്യുവർ ഐഡിയാസ്. സത്യം. അതായിരുന്നു നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റം. കാരണം വായിക്കുന്നവന്, പഠിക്കുന്നവന് ഭൂമി ഉരുണ്ടതാണോ, ഭൂമി പരന്നതാണോ, ഭൂമി ഹോളോയാണോ, ഭൂമി സോളിഡ് ആണോ എന്ന് ഒരേ ക്ലാസ്സിൽ 4 പേർക്ക് 4 രീതിയിൽ വിശ്വസിച്ച് പഠിച്ച് പാസ്സായി ലോകത്തിന് നയിക്കാം. മനസ്സിലായോ? അങ്ങനെയുള്ളൊരു പഠന സിസ്റ്റത്തിൽ നിന്നാണ് നമ്മളിപ്പോൾ NCERT വന്നേക്കുന്നത്. ഓക്കെ NCERT പോയി. എന്നും NCERT തീർത്ത് വിളിച്ചിട്ട് എനിക്ക് സുഖം വരില്ല ഗൈസ്. പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. നോ വാട്ടർ അല്ലേ, ഭൂമിയുടെ അടിയിൽ വെള്ളമില്ലല്ലോ, അപ്പോൾ ലൈഫ് എങ്ങനെ സസ്റ്റെയിൻ ചെയ്യും? നമ്മൾ ലൈറ്റ് ഇല്ല, ഓക്സിജൻ ഇല്ല എന്നൊക്കെ പറഞ്ഞാലും ഓക്സിജൻ ഇല്ലാത്ത ജീവികളെ നമ്മൾ കണ്ടുപിടിച്ചു, ലൈറ്റ് ഇല്ലാത്ത ജീവികളെ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ നിങ്ങൾ ചോദിക്കണ്ടേ, വെള്ളമില്ലല്ലോ ഭൂമിയുടെ അടിയിൽ എന്ന് പറഞ്ഞാൽ ഇത്ര അടിയിൽ നിങ്ങൾ ഈ പറയുന്ന ഹോളോയിലും നിങ്ങൾ നേരത്തെ പറഞ്ഞതിലൊന്നും വെള്ളമില്ലല്ലോ, അപ്പോൾ എങ്ങനെ ജീവജാലം ഉണ്ടാവും? വെള്ളമല്ലേ ദ സോഴ്സ് ഓഫ് വാട്ടർ. നിനക്ക് തോന്നിയിട്ടില്ലേ? ഞാൻ ബാറ്ററി ചാവാറായോണ്ട് കുത്തിയിടാൻ. ഓക്കെ, അപ്പം വെള്ളമില്ല എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. എന്തിന്റെ അടിയിലായിരുന്നു വെള്ളമില്ല? ഭൂമിയുടെ അടിയിൽ വെള്ളമില്ലല്ലോ, then how can life sustain? അതാണ് പറയുന്നില്ലല്ലോ. വെള്ളമില്ല എന്നാണ് ലോകത്തിലെ ഏറ്റവും വലിയ ക്ലെയിം 2013 വരെ വന്നത്. 2014 അത് മുഞ്ചി. വെള്ളമില്ല അതിപ്പോ നമ്മളിപ്പോ ഇത് പഠിച്ചത് കൊണ്ട് 10 years ബിഫോർ ഭൂമിയുടെ അടിയിൽ ഒരു അളവ് കഴിഞ്ഞ് വെള്ളം ഉണ്ടെന്ന് പറയുന്നത് ദാറ്റ് വാസ് അബ്സേർഡ്. മനസ്സിലായോ? അപ്പോൾ 2014 വെള്ളം കണ്ടുപിടിച്ചു. എങ്ങനെയാണെന്നറിയാമോ? ഏകദേശം ഹൺഡ്രഡ്സ് ഓഫ് മൈൽസ് താഴെ നമ്മൾ വെള്ളം കണ്ടുപിടിച്ചു. സോണാർ വഴിയും ബാക്കിയുള്ള കാര്യങ്ങൾ വഴിയും നമ്മൾ വെള്ളത്തിനെ സ്പോട്ട് ചെയ്തു, ഉറവിടവും കണ്ട്. എന്നിട്ട് ഇത് കണ്ടുപിടിച്ച ഏകദേശം 10-400 മൈൽ താഴെയാണ്, ഏകദേശം 600, 700, 800 കിലോമീറ്ററിൻ്റെ റേഞ്ചിൽ. എത്ര വെള്ളം കണ്ടുപിടിച്ചെന്ന് നിനക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? കുറച്ച് കണ്ടുപിടിച്ചു. Tons and tons of liters. Yes, tons of liter. Exactly. ആ വെള്ളം can essentially be used to fill all of the earth's ocean.
3 times over. അത് ഞാൻ പ്രതീക്ഷിച്ചില്ല. 3 times over എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ എല്ലാ കടലിന്റെ വെള്ളവും എടുത്ത് ഒരു കപ്പിൽ വെച്ചാൽ ഭൂമിയുടെ അടിയിലുള്ള നമ്മൾ കണ്ടുപിടിച്ച വെള്ളം 3 കപ്പിലായിട്ട് വെക്കണം. That's fresh water too. Yes, that is fresh water too. കടലിലെ സലൈൻ വാട്ടർ പോലും അല്ല. അതെ. അപ്പോൾ അങ്ങനെ വരുന്നത് 3 ടൈംസ് ഓവറായിട്ടുള്ള വെള്ളം നമ്മൾ അടിയിൽ കണ്ടുപിടിച്ചു. അത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കി, നമ്മൾ ശാസ്ത്രലോകം മനസ്സിലാക്കിയ വലിയൊരു കാര്യം അപ്പോഴാണ് ഭൂമിയുടെ വെളിയിലത്തെക്കാട്ടിയും വെള്ളം ഭൂമിയുടെ അകത്താണ്. മനസ്സിലായി? അവിടെ ഒരു ടേണിംഗ് പോയിന്റ് ആയിപ്പോയി. അതെ, അതൊരു തിരിവായിപ്പോയി. അപ്പോൾ ഇവിടെ അല്ലല്ലേ ഇമ്പോർട്ടൻസ് സ്ഥലം എന്നൊരു തോന്നൽ വന്നു. എന്ന് പറഞ്ഞാൽ നേച്ചർ ഡസൻ ഡു എനിത്തിങ് വിത്തൗട്ട് പർപ്പസ്. മനുഷ്യന്മാർക്ക് ജീവിക്കാനാണ് വെള്ളം മുകളിലെങ്കിൽ ഭൂമി എന്ന് പറയുന്ന ഭാരതം അല്ലെങ്കിൽ ഭാരതാമ അല്ലെങ്കിൽ ഭൂമി ദേവി എന്നൊക്കെ പറയുന്ന ആള് മണ്ണിനടിയിൽ ഇത്രയും വെള്ളം വെക്കണമെങ്കിൽ അതിനവിടെ റീസൺ ഉണ്ട്. ബിക്കോസ് റീസൺ ഇല്ലാതെ നേച്ചറിലൊന്നും സംഭവിക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു കണ്ടുപിടിച്ചു. അത് എത്രയാണ് ഏകദേശം 600 കിലോമീറ്ററിന് അടിയിൽ ഇത്രയും വെള്ളം 3 times all of the earth ocean. 3 തവണ ഭൂമിയുടെ ഫുൾ കടലിലെ അറ്റ്ലാന്റിക് സമുദ്രം, ഇന്ത്യൻ സമുദ്രം, സോണാർ വഴിയും നമ്മൾ ടണൽസ് വഴിയും. ഇതെല്ലാം ഇതിന്റെ പേപ്പർ ക്ലിപ്പിംഗ്സ്, ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾ, സയന്റിഫിക്, ഇതെല്ലാം ഞാൻ കൊടുക്കാം. പത്രത്തിൽ വന്നതാ. ദിസ് ഈസ് നമ്മുടെ സോ കോൾഡ് സയന്റിസ്റ്റുകൾ അപ്രൂവ് ചെയ്തു, അവരെ കണ്ടുപിടിച്ചത്. അപ്പോൾ ഇത് കഴിഞ്ഞ് 2019 ഒരു സ്റ്റഡി നടത്തി. 2019 സ്റ്റഡി നടത്തിയത് എന്താണെന്ന് വെച്ചാൽ എർത്ത് കേക്കിനെ പറ്റി നമ്മൾ പഠിച്ച് വന്നപ്പോഴത്തേക്ക് നമുക്കൊരു കാര്യം മനസ്സിലായി. ഇത് എവിടോ സസ്പെൻഡ് ചെയ്തിട്ടേക്കുന്ന ഒരു ബോളല്ലേ. അപ്പോൾ ഇതിനകത്ത് എവിടെങ്കിലും ഒന്ന് കുലുങ്ങി തുടങ്ങിയാൽ, വൈബ്രേഷൻ തുടങ്ങിയാൽ ഇതിനെ വൈബ്രേഷൻ അബ്സോർബ് ചെയ്യാൻ വേറെ ഒന്നുമില്ല. സോ ഈ ബോളിൻ്റെ അകം മൊത്തം റിവർബറേറ്റ് ചെയ്യും. മനസ്സിലായോ? വൈബ്രേഷൻ അബ്സോർബ് ചെയ്യാൻ എന്തെങ്കിലും മീഡിയം വേണ്ടേ? ഇപ്പം ഞാനൊരു ഫോർക്കിൽ അടിച്ചു, നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനൊരു ഫോർക്കിൽ ഇങ്ങനെ അടിച്ചു, അപ്പോൾ ഫോർക്കിൽ ആവത്തില്ലേ? അപ്പോൾ ഫോർക്കിൻ്റെ വൈബ്രേഷൻ യഥാർത്ഥത്തിൽ അബ്സോർബ് ചെയ്യുന്നത് ഒന്ന് എൻ്റെ കയ്യിലൂടെ അബ്സോർബ് ചെയ്യുന്നു. അങ്ങനെ അബ്സോർബ് ചെയ്ത് തീരണം. പക്ഷേ പെട്ടെന്ന് അബ്സോർബ് ചെയ്ത് തീരണമെങ്കിൽ ഞാൻ പെട്ടെന്ന് ഈ കയ്യിലോട്ട് തൊട്ടാൽ മതി. വൈബ്രേഷൻ ഇൻസുലേറ്റേഴ്സ് ഇല്ല. അതെ. അപ്പോൾ ഈ ബോളിന് വൈബ്രേഷൻ ഇൻസുലേറ്റേഴ്സ് ഇല്ല. അപ്പോൾ നമുക്കിതിൻ്റെ വൈബ്രേഷനെ പഠിക്കാമെന്ന് പറയുന്നുണ്ട്. അണ്ണന്മാർ വൈബ്രേഷനെ പഠിക്കാൻ വേണ്ടി 8.2 മാഗ്നിറ്റ്യൂഡോ 8.4 8.7 മാഗ്നിറ്റ്യൂഡിൽ ബൊളീവിയയിലും ഒക്കെ വന്ന എർത്ത് കേക്ക്, ഭയങ്കര എർത്ത് കേക്കായിരുന്നു. അതുൾപ്പെടെ എല്ലാ എർത്ത് കേക്കും പഠിക്കാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ ഇവർ ക്രോസ് റിക്ടർ ചെയ്യാമെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ലോകത്ത് എർത്ത് കേക്ക് വരാനുള്ള പ്രോണായിട്ടുള്ള സ്ഥലങ്ങൾ ഇവർ നോക്കിയിട്ട് അവിടെ നിന്ന് 5 കിലോമീറ്റർ ഇപ്പുറത്തൊരു റിക്ടർ സ്കെയില്, ഓപ്പോസിറ്റ് ഒരു റിക്ടർ സ്കെയില്, ഇപ്പുറത്തൊരു റിക്ടർ സ്കെയില്, അങ്ങനെ ലോകം മുഴുവൻ ഒരു നെറ്റ്വർക്ക് ഓഫ് സീസ്മോഗ്രാഫുകൾ വെച്ചു. റിക്ടർ സ്കെയിൽ എന്നാ പറയുന്നത്, റിച്ചർ. ഓക്കെ. അപ്പോൾ ഇവിടെ എർത്ത് കേക്ക് ഉണ്ടായാലും ഇവിടെ എല്ലായിടത്തും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അങ്ങനെ മെഷർ ചെയ്ത് 2019 മറ്റേ സയന്റിഫിക് എണ്ണന്മാരുണ്ടല്ലോ, അവർ സമ്മതിച്ചു. പത്രത്തിൽ വന്ന വാർത്തയാണ്, എർത്ത് ഒരു ബെല്ല് കണക്ക് റിവർബറേറ്റ് ചെയ്യുന്നു. ഇതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ, എർത്തിൻ്റെ അടിയിൽ വാസ്റ്റ് പ്ലെയിൻ ലാൻഡുകൾ ഉണ്ടെന്നും റിവർബറേറ്റ് ചെയ്യുന്ന സാധനം അത്ര ഫൈൻ ട്യൂൺഡ് ആയതുകൊണ്ട് അവിടെ ഞങ്ങൾ മലകൾ സ്പോട്ട് ചെയ്തെന്നും. മീൻസ് റേഡാറിൽ മല വരുക, ഈ മലയുടെ ഷേപ്പിൽ റിവർബറേഷൻ മാറുക, മലകളുണ്ടെന്നും പ്ലെയിനുകളുണ്ടെന്നും അതിൽ കൂടെ വാലീസും റിവേഴ്സും പോകുന്നുണ്ടെന്നും കണ്ടുപിടിച്ച ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ സമർപ്പിക്കും. വായിക്കണം, പോസ് ചെയ്തിട്ട് വായിച്ചോ. മനസ്സിലായോ? അത് കണ്ടുപിടിച്ചെന്നും 2019 ഇതെല്ലാം കണ്ടുപിടിച്ചു. അതും എത്ര കിലോമീറ്ററിലാണ് വരുന്നത്? 600 കിലോമീറ്റേഴ്സിന് താഴെ. വെള്ളം കണ്ടുപിടിച്ചെന്ന് പറയുന്ന കിലോമീറ്റേഴ്സിന് താഴെ. എന്ന് വെച്ചാൽ എസെൻഷ്യലി എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ ഭൂമിയുടെ അടിയിൽ മനുഷ്യന് അല്ലെങ്കിൽ മനുഷ്യനെ പോലുള്ളവർക്ക് സുന്ദരമായി ജീവിക്കാനുള്ള ചൂട്, സുന്ദരമായി ജീവിക്കാനുള്ള അറ്റ്മോസ്ഫിയർ, സുന്ദരമായ പ്ലെയിനുകളും പെർഫെക്റ്റ് എക്കോസിസ്റ്റം വിത്ത് മലകൾ ആൻഡ് ഓഷൻസ് ബിഗർ 3 times ബിഗർ ദാൻ എർത്ത്.
അതൊരു ലോകം, നമ്മളെക്കാട്ടിയും വലിയൊരു ലോകം ഭൂമിയുടെ അടിയിലൊന്ന് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കും. നിങ്ങളുടെ മനസ്സിനെ സങ്കല്പിക്കാൻ പറ്റുമോ? അത് ഇച്ചിരി സീന. കാരണം അത് നമ്മൾക്ക് ആദ്യമായിട്ട് ഇവിടെ നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് എന്താണെന്ന് തോന്നും. നിങ്ങൾ ഇതിനെപ്പറ്റി ഒന്ന് പഠിക്കുക. ഞങ്ങളിത് ആദ്യമായിട്ട് കേൾക്കുന്നതല്ല, ഞങ്ങളിത് ആദ്യമായിട്ട് പഠിക്കുന്നതല്ല. അതുകൊണ്ട് ഞങ്ങൾക്കിത് മനസ്സിലായി. നമ്മൾ സ്വന്തമായിട്ട് പഠിച്ചാലേ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. അതെ, ആദ്യമായിട്ട് ഒരാൾ പറഞ്ഞു വരുമ്പോൾ എന്തെങ്കിലും അപ്സെറ്റ് ആയിട്ട് തോന്നും. യാ, അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് 2-3 പോളിലെ ഫോട്ടോസ് കൊടുക്കാം. പോളിലെ ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല സാറ്റലൈറ്റിൻ്റെ, അത് ഞാൻ ഒന്നുകൂടെ കൊടുത്തേക്കാം. ഒരു ക്ലൗഡ് ആണെന്ന് പറഞ്ഞുകൊണ്ട് നാസ പറയുന്ന ഒരു ഇതുണ്ട്. ഒരു പെർഫെക്റ്റ് ഹോള് നമുക്ക് കാണാൻ പറ്റും കറക്റ്റ് പോളിൽ. ആ പോൾ എന്താണെന്ന് അറിയാതെ വന്നിട്ട് നമ്മൾ ചോദിച്ചപ്പോൾ നാസയുടെ ഡയറക്ടർ വന്നിട്ട് പറഞ്ഞു അത് ടൈഫൂൺ ആണെന്നൊക്കെ അതിനെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. വേറെ സാധനം ഉണ്ട് റിഗാർഡിങ് ദ കൊറിയോലിസിസ് എഫക്ട് ഓഫ് ദ എർത്ത്. ഓക്കെ, അതിനകത്തും എങ്ങനെയൊക്കെയാ എന്തോ പോൾസിൽ ഭയങ്കര ഗ്രാവിറ്റേഷൻ അനോമലി വരുന്നുണ്ടെന്ന് റിലേറ്റ് ചെയ്യുന്നുണ്ട് കൊറിയോലിസിസ് ഫോഴ്സിനകത്ത്. ഉറപ്പായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ വേറൊരു തിയറി ഉണ്ട്, യൂണിഫൈഡ് വെക്ടർ ജിയോമെട്രി തിയറി. യൂണിഫൈഡ് വെക്ടർ ജിയോമെട്രി തിയറി എന്ന് പറഞ്ഞാൽ വില്യം ബെക്കനും ബെത്ത് ഹേബിൻസും കൂടെ കണ്ടുപിടിച്ച ഭയങ്കര ഫേമസ് ആയ ഫിസിസിസ്റ്റുകളാണ്. അവർ കണ്ടുപിടിച്ചത് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളിലൊന്ന്. നോബൽ പ്രൈസ് ഒന്നും കിട്ടിയില്ല, പക്ഷെ അതുപോലെ വന്നതാ. എന്ന് പറഞ്ഞാൽ there are some എന്താ പറയുക ഇൻവിസിബിൾ ആയിട്ട് കണ്ണിന് കാണാൻ പറ്റാത്ത ഗ്രിഡുകൾ ലോകത്തിന് ചുറ്റും ഓടുന്നുണ്ടെന്ന്. കണ്ണിന് കാണാൻ പറ്റാത്ത ഗ്രിഡുകൾ ലോകത്തിന് ചുറ്റും, ഞാൻ പടം ഇവിടെ കൊടുത്തേക്കാം, ഗ്രിഡുകൾ ലോകത്തിന് ചുറ്റും ഓടുന്നുണ്ടെന്നും അത് അവർ കാൽക്കുലേറ്റ് ചെയ്ത് വന്നപ്പോൾ 120 കോൺസെൻട്രിക് ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞാൽ സെയിം ഷേപ്പും സെയിം സൈസും ഉള്ള ട്രയാങ്കിൾസ് ആയിട്ട് പോയിന്റുകൾ മീറ്റ് ചെയ്യുന്നെന്നും ഉള്ള ഇതുകൊണ്ട്. ഇത് ഞാൻ ഇവിടെ കൊടുത്തേക്കാം, ഫോട്ടോ കൊടുത്തേക്കാം. വാട്ട് ആർ ദ ട്രൈയിങ് ടു പ്രൂവ് എന്ന് പറഞ്ഞാൽ അത് എല്ലാം ഇലക്ട്രോ മാഗ്നറ്റിക് റേസ് വന്ന് പോകുന്നത് ചാർട്ട് ചെയ്ത് ഇവർ നോക്കിയപ്പോൾ ഏൻഷ്യൻറ്റ് ബുക്കുകളിലും കാലങ്ങളിലും ഒരു എനർജി, ഭൂമിയുടെ എനർജി പോകുന്ന വരകളെ പറ്റി പറയുന്നുണ്ട്. അതിന്റെ പേര് ഞാൻ വിട്ടുപോയി, എഴുതി വെക്കേണ്ടായിരുന്നു, മൈ മിസ്റ്റേക്ക്. വരകളെ പറ്റി പറയുന്നുണ്ട്. പറ്റുമെങ്കിൽ ഞാൻ ഫോട്ടോ കൊടുത്തേക്കാം. ആ വരകളെ പറ്റി പഠിച്ച് നോക്കിയപ്പോൾ ഇവർ മനസ്സിലാക്കി ഇത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻ്റർഫറൻസിനെ പറ്റിയും ആ മാഗ്നറ്റിക് ഇതിൽ കൂടെ എനർജി പാസ് ചെയ്യുന്നതിനെ പറ്റിയാണ് പറയുന്നതെന്ന് മനസ്സിലാക്കി. എന്നിട്ട് ഇവരിത് ചാർട്ട് ചെയ്ത് വന്നപ്പോൾ ഇപ്പം ട്രയാങ്കിൾസ് മീറ്റ് ചെയ്യുന്നില്ലേ, ഇത് നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ, ഇത് തള്ളല്ല. ഞാൻ ഫോട്ടോ കൊടുത്തേക്കാം. ആ മീറ്റ് ചെയ്യുന്ന പോയിന്റിലെ കോർഡിനേറ്റ്സ് എടുത്ത് കോർഡിനേറ്റ്സ് നോക്കി, ഒരു 120 കോർഡിനേറ്റ്സ്. ആ കോർഡിനേറ്റ്സ് എല്ലാം ഒക്കുപ്പൈഡ് ആണ്, വാസ്റ്റ് ലാൻഡ്സ് അല്ല. occupied with what? ഗ്രേറ്റ് പിരമിഡ് ഓഫ് ഗീസ, രാമേശ്വരം ടെമ്പിൾ, മാച്ചു പീച്ചു, അങ്കോട്ട് വാർ, മറ്റേ ഇച്ചൻ പീസ, മറ്റേ സൗത്ത് അമേരിക്കയിലെ പിരമിഡ്, ചൈനയിലെ സ്റ്റെപ്പ് പിരമിഡ്. These are energy centers. These are energy centers. നിങ്ങൾക്ക് ഈ പടം ഇവിടെ കൊടുത്തിട്ട് നിങ്ങൾ കണ്ടോ, പോസ് ചെയ്ത് സൂം ചെയ്ത് നോക്കിയോ, ഓരോ പടം എവിടെയാ വരുന്നത് എന്നിട്ട് കറക്റ്റ് നാസയുടെ ഇലക്ട്രിക്കൽ സാധനം വെച്ചിട്ട് അതിനകത്ത് കോർഡിനേറ്റ്സ് വെച്ചുള്ള പടം ഞാൻ ഇടും. വിശ്വസിക്കാൻ പറ്റിയില്ല ഞാനിത് കണ്ടപ്പോൾ. അവിടെ പോയി ഇരിക്കണം ഗൈസ്. നിങ്ങളത് വെറുതെ അല്ല, നിങ്ങൾ ഈ പറഞ്ഞ ഈ അമ്പലങ്ങൾ മാത്രമല്ല, ഈ പറഞ്ഞ എനർജി സെൻറ്റേഴ്സിൽ പോയി ഇരിക്കണം. എന്താണ് അതിനാളുകൾ ഇത്രയും വർഷങ്ങൾക്ക് മുന്നേ, 10,000 വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടാക്കിയത് വരെ നമ്മളുടെ ഉണ്ട്. അവിടെ പോയി ഇരിക്കണം. അവിടെ പോയി ഇരുന്ന് എന്താണിത് കണ്ടുപിടിക്കണം. നിങ്ങൾ ഇപ്പം കണ്ടുപിടിച്ചാണ് യൂണിഫൈഡ് വെക്ടർ ജിയോമെട്രി തിയറി. ഫോട്ടോസും തിയറി എല്ലാം ഞാൻ കൊടുക്കാം. നീ ആ ഫോട്ടോ കണ്ടിട്ടില്ലല്ലോ, അത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഞെട്ടും. ആൻഡ് പിരമിഡ് ഓഫ് ഗീസ ഈസ് 8 തിയറി, 8 ലൈൻസ് വന്ന് മീറ്റ് ചെയ്യുന്നത്. ഞാൻ പടം കൊടുത്തേക്കാം. വന്ന് മീറ്റ് ചെയ്യുന്ന പോയിന്റ് സൂം ചെയ്ത്, നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ സൂം ചെയ്ത് നിങ്ങൾക്ക് അവിടെ ചെന്നെത്തുന്ന പോയിന്റ് ഇല്ലേ മുകളിലത്തെ, അതാണ് പിരമിഡ് ഓഫ് ഗീസ. പിരമിഡ് ഓഫ് ഗീസയുടെ അറ്റം പോലും അല്ല, to the dot of the center of the cone. അതൊക്കെ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഇത് ഞാൻ ഇതിൽ കൂടുതൽ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ലടേ. നമുക്കിത് കാണിച്ചു തരാനേ പറ്റൂ. അപ്പൊ അങ്ങനെയുള്ള അതെ, നമ്മളുടെ ടെക്നോളജി എന്ന് പറയുന്നത് ഭയങ്കര വൃത്തിയായിട്ട രീതിയിലാണ് പോകുന്നത്. കാശ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമേ ടെക്നോളജി വരുന്നുള്ളൂ. ഫ്രീ എനർജി ഉണ്ടാക്കാൻ നമുക്ക് പറ്റും, അറിയുമോ? എന്നോട് നിങ്ങൾ ചലഞ്ച് ചെയ്യരുത്, ഞാൻ പക്ഷെ പറയാണ്, നമ്മളെ സ്കൂളിൽ പഠിപ്പിക്കുന്ന
കോളേജിൽ കയറുമ്പോൾ പഠിപ്പിക്കുന്ന ഏറ്റവും ആദ്യത്തെ കാര്യം എന്തോ അറിയാമോ? ഫിസിക്സിൽ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു മേക്ക് ഫ്രീ എനർജി ആൻഡ് എ പെർപെക്ച്വൽ മോഷൻ മെഷീൻ. പെർപെക്ച്വൽ മോഷൻ മെഷീൻ ഇമ്പോസിബിൾ ആണോ? ഇമ്പോസിബിൾ ആണെന്നാണ് പരീക്ഷയ്ക്ക്. ഞാൻ പേഴ്സണലി പരീക്ഷയ്ക്ക് ഒരു 10 വട്ടം എഴുതിയിട്ടുണ്ട്. നെയിം 2 ഇമ്പോസിബിൾ തിങ്സ്. ഏറ്റവും എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്, 2 മാർക്ക് സ്കോർ ചെയ്യാൻ. പെർപെക്ച്വൽ മോഷൻ മെഷീൻ 1, പെർപെക്ച്വൽ മോഷൻ മെഷീൻ 2 എന്ന് എഴുതിയാൽ മതി. എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കും. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു മേക്ക് എ പെർപെക്ച്വൽ മോഷൻ മെഷീൻ. അത് നിനക്ക് എങ്ങനെ അറിയാടാ ഇമ്പോസിബിൾ ആണെന്ന്? നീ ആരാ എന്നോട് ഇത് പറ്റത്തില്ല എന്ന് പറയാൻ? നിന്നെ കൊണ്ട് പെർപെക്ച്വൽ മോഷൻ മെഷീൻ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല എന്ന് പറയാം. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു മേക്ക്. നമ്മുടെ പുരാണാസിലത്തും എല്ലാം പറയുന്നുണ്ട് പെർപെക്ച്വൽ മോഷൻ. ഉറപ്പായിട്ട് പെർപെക്ച്വൽ മോഷൻ മെഷീനെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ലൈറ്റിൽ നിന്നും ക്രിസ്റ്റൽസിനെ ഇപ്പൊ നമ്മൾ എന്തോ ചെയ്യുന്നത്, പീസോ ഇലക്ട്രിക് മെറ്റീരിയൽ ആക്കി മാറ്റി കഴിഞ്ഞു. സോളാർ എന്തോ ചെയ്യുന്നത്, പീസോ ഇലക്ട്രിക് മെറ്റീരിയൽ ആണ്. കോട്സ് എന്തുവാണ്, പീസോ ഇലക്ട്രിക് മെറ്റീരിയൽ ആണ്. എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റൽസിൽ നിന്നും കോട്സിൽ നിന്നും നമ്മൾ എനർജി ഉൽപ്പാദിച്ച് തുടങ്ങി കഴിഞ്ഞു. 20,000 വർഷങ്ങൾക്ക് മുന്നേ അവർ സിറ്റികൾ റൺ ചെയ്ത സാധനം, ടെക്നോളജി നമ്മളിപ്പോ കണ്ടുപിടിച്ചിട്ട് അത് മറച്ചു വെച്ചേക്കാണ്. എന്താണ്, ഒരു ക്രിസ്റ്റൽ ഉണ്ടെങ്കിൽ ഒരു വീട് 100 വർഷം വേണമെങ്കിൽ ഓടിക്കോളും. പിന്നെ എഡിസനും ഇന്ത്യൻ ഓയിലും അദാനിയും ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികളും എണ്ണ കമ്പനികളും എന്ത് ചെയ്യും? ഈ പീസോ ഇലക്ട്രിക് മെറ്റീരിയൽസിൽ നിന്ന് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ പറ്റും. അത് കോട്സ് വാച്ച്. അതുപോലെ തന്നെ പീസോ ഇലക്ട്രിക് മെറ്റീരിയൽ ആണ് നമ്മുടെ സോളാർ സെൽസ്. അതിനെ കുറിച്ച് ഇപ്പോഴും കോട്സ് വാച്ച് എന്ന് പറയുമ്പോൾ കോട്സ് എന്ന് പറയാം. അതെ കോട്സ് എന്ന് പറഞ്ഞത് മൂവ്മെന്റ് കൊണ്ട് അല്ലെങ്കിൽ മെക്കാനിക്കൽ പ്രഷർ കൊണ്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന സാധനമാണ്. ഇലക്ട്രിക് എനർജിനെ മെക്കാനിക്കൽ ആക്കുന്നത് വൈസ് വേഴ്സ. ഇതെല്ലാം നമ്മളുടെ ഇവിടെ ഉണ്ട്. പക്ഷെ നമ്മൾ ഇതൊന്നും പഠിച്ചുകൂടി. ഇതൊന്നും പറ്റത്തില്ലെന്ന് നമ്മളെ പഠിപ്പിച്ച് മാർക്ക് വാങ്ങിക്കാൻ വേണ്ടി നമ്മളെ എഴുതി പഠിപ്പിച്ച് വിട്ടേക്കുക. പക്ഷെ വൈസ് വേഴ്സ ആരും ഇതൊരു കോഴ്സിനെ കുറിച്ച് ചെയ്യാത്ത എന്താ? കോഴ്സിനെ പറ്റി കോഴ്സിനെ കുറിച്ച് എല്ലാവരും ഇതുവരെ ചെയ്തിട്ടുള്ള ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി. പക്ഷെ തിരിച്ചാരും ഇതുവരെ ചെയ്തിട്ടില്ല. കോഴ്സിനെ പറ്റി ഇപ്പൊ ചെയ്യുന്നുണ്ട്, വാച്ചുകൾ ചെയ്യുന്നുണ്ട്. അല്ല അത് തന്നെ മെക്കാനിക്കൽ ടു ഇലക്ട്രിക്. അപ്പോൾ ഇതാണ് എർത്തിന്റെ കാര്യത്തിനെ പറ്റി പറയുന്നത്. ഇനി നിങ്ങൾക്ക് എർത്തിനെ പറ്റി ഞാൻ ഒരാളെ പറ്റി പരിചയപ്പെടുത്തരാം. എന്താണ് പുള്ളിയുടെ പേരാണ് റിച്ചാർഡ് ഇ ബേർഡ്, BYRD എന്ന് പറഞ്ഞാൽ. റിച്ചാർഡ് ഇ ബേർഡ് എന്ന് പറഞ്ഞാൽ പുള്ളി ബുക്ക് എഴുതിയിട്ടുണ്ട്. പുള്ളി വലിയ ആളായിരുന്നു. പുള്ളി അഡ്മിറൽ റിച്ചാർഡ് ഇ ബേർഡ് എന്നാണ് പേര്. പുള്ളി മറ്റേ ഈസ് ദ മോസ്റ്റ് ഫേമസ് ആൻഡ് ഡെക്കറേറ്റഡ്, വൺ ഓഫ് ദി മോസ്റ്റ് ഫേമസ് ആൻഡ് ഡെക്കറേറ്റഡ് അഡ്മിറൽ ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മിലിറ്ററി ഹിസ്റ്ററി. പുള്ളിയല്ലേ മറ്റേ ഐസ്ലൻഡോ മറ്റേ അങ്ങോട്ടുള്ള അന്റാർട്ടിക്ക എന്ന് വെച്ചാൽ പുള്ളി യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ നേവി അഡ്മിറൽ ആയിരുന്നു. ആ പുള്ളി ഏറ്റവും കൂടുതൽ ഡെക്കറേഷൻസ് പറഞ്ഞ മെഡൽസും കാര്യങ്ങളും യുദ്ധത്തിന്റെ ഇതുമൊക്കെ. എന്നിട്ട് പുള്ളിയാണ് നോർത്ത് പോൾ എക്സ്പ്ലോർ ചെയ്യാൻ വിട്ടേക്കുന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ പ്രസിഡന്റ് അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് പേഴ്സണലായിട്ട് പുള്ളിയെ എക്സ്പ്ലോർ ചെയ്യാൻ പുള്ളിയെ ഏൽപ്പിച്ചത് നേവിയുടെ ബിഹാഫിൽ. പുള്ളിയുടെ ഡയറിയിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ആൻഡ് ഹി ഈസ് നോട്ട് എന്താ പറയണ ഭയങ്കര ലോയൽ സിറ്റിസൺ, ലോയൽ ടു ദ കൺട്രി. ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണിക്കാൻ, പുള്ളി ജനറൽ ആവുന്നത് മറ്റേതാവുന്നത് എല്ലാം കാണിച്ചേക്കാം. ഫോട്ടോസ് എടുത്തു വെച്ചിട്ടുണ്ട്. എന്നിട്ട് പുള്ളി നോർത്ത് പോൾ എക്സ്പെഡിഷന് പോയിട്ട് പുള്ളിയുടെ ഡയറിയിലുള്ള കഥയാണ്. പുള്ളി എക്സ്പെഡിഷന് പോയി കഴിഞ്ഞിട്ട് പുള്ളി എത്രയോ മാസങ്ങൾ വെളിവിട്ടില്ല. എന്നിട്ട് പുള്ളി വെളി വന്നിട്ട് ഒരു ന്യൂസ് ചാനലിലൊക്കെ ഒരു ടോക്ക് ഷോയിൽ പറയുന്നതൊക്കെ ഉണ്ട്. ഹോസ്റ്റ് ചോദിക്കും, നിങ്ങൾ പോയിട്ട് പുതിയ ലാൻഡ് വല്ലതും കണ്ടോ, ലാൻഡ് കണ്ടുപിടിച്ചല്ലോ. അന്നത്തെ കാലത്ത് ലാൻഡ് കണ്ടുപിടിച്ചെന്നാണ് ആദ്യമേ പറഞ്ഞത്. അപ്പോൾ പുള്ളി പറഞ്ഞു, യെസ് ഞാൻ ലാൻഡ് കണ്ടുപിടിച്ചു, ഐ ആം ദ ഫസ്റ്റ് വൺ. അപ്പോൾ അമേരിക്കൻ യൂത്തിന് ഇനിയും ഒത്തിരി ലാൻഡ് കണ്ടുപിടിക്കാനുണ്ട്. ദർ ആർ ബിഗർ കോണ്ടിനെന്റ്സ് ദാൻ അമേരിക്ക, ജസ്റ്റ് ബിയോണ്ട് അവർ ഐസ് വോൾ എന്നാണ് പുള്ളി പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം ആൻ അഡ്മിറൽ. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ അഡ്മിറലിൻ്റെ കയ്യിൽ നിന്നാണ് വരുന്നത്. അതിനുശേഷം പുള്ളിക്ക് എംബാർഗോ വെച്ചു യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഹി വാസ് നോട്ട് അലൗഡ് ടു അപ്പിയർ ഇൻ എനി മോർ ടോക്ക് ഷോ ഓർ പബ്ലിക് സ്റ്റേജ്. പബ്ലിക് സ്റ്റേജിലോ ടോക്ക് ഷോയിലോ പങ്കെടുക്കാൻ പാടില്ല. അത് കഴിഞ്ഞ് പുള്ളിയെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എക്സ്പെഡിഷൻ ടീമിൽ നിന്ന് മാറ്റി. അത് കഴിഞ്ഞ് 4-5 വർഷം കഴിഞ്ഞ് ദ ഗ്രേറ്റ് ജനീവ കൺവെൻഷൻ വെച്ചു. അന്റാർട്ടിക് ട്രീറ്റി സൈൻ ചെയ്തു. ലോകത്തുള്ള എല്ലാ കൺട്രീസും അന്റാർട്ടിക് ട്രീറ്റി സൈൻ ചെയ്തിട്ടുണ്ട്. തമ്മി യുദ്ധം ചെയ്ത് ചത്താലും ന്യൂക്ലിയർ ബോംബ് ഇട്ടാലും
കോമൺ സിറ്റിസണിനെ അന്റാർട്ടിക്കയിലേക്ക് വിടല്ലേ വിടാൻ പാടില്ല. ഇറാനും ഇസ്രായേലും ഇപ്പൊ ബോംബ് ഇടുവാണെങ്കിലും ഇറാനും ഇസ്രായേലും ഒരേ പോസ്റ്റിൽ നിന്ന് ഇപ്പൊ അന്റാർട്ടിക്ക കാവല് നിൽക്കുന്നുണ്ട്. വേറെ സാധനമുണ്ട് ഇതേപോലെ. നമ്മുടെ ഈയിടെ പെന്റഗൺ UFO ഫുട്ടേജസ് റിലീസ് ചെയ്തായിരുന്നല്ലോ. അത് കൊയിലേറ്റ് അവസാനം ചെന്ന് തീരുന്ന എവിടെയെന്നറിയോ? പോളിലായിരിക്കും. ഇൻസൈഡ് ദ വാട്ടർ. ഇൻസൈഡ് ദ വാട്ടർ ആയിരിക്കും. ബിക്കോസ് നമ്മൾ പറഞ്ഞില്ലേ, ഇത് നിങ്ങൾ ഒരു അബ്സർഡ് തിങ്ക് ആലോചിച്ച് നോക്ക്. ലൈറ്റ് ഇയേഴ്സ് ആണ് ഏറ്റവും അടുത്തുള്ള പ്ലാനറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ ലൈറ്റിന് 1 വർഷം ട്രാവൽ ചെയ്യാനുള്ള സമയമാണ് ലൈറ്റ് ഇയർ. ഏറ്റവും അടുത്ത ഹാബിറ്റബിൾ പ്ലാനറ്റ് ഉണ്ടെന്നൊക്കെ നമ്മൾ പറയുന്നത് 300 ലൈറ്റ് ഇയർ എന്നൊക്കെയാണ്. ലൈറ്റിന് 300 വർഷം എടുക്കുമെങ്കിൽ ഒരു പ്ലെയിനിന് എത്ര വർഷം എടുക്കും? പോട്ടെ, ക്രാഫ്റ്റിന് മില്യൺസ് എടുക്കും. പോട്ടെ, ഇനി വലിയ ടെക്നോളജിയാണ്, ടൈം റാപ്പാണ്, അതൊക്കെ സംഭവിച്ചു. അവർ ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിച്ച് ഇത്രയും ആസ്ട്രോയിഡും കടന്ന് ഇത്രയും ടൈം റാപ്പും കടന്ന് എനർജി ഫ്യൂവലും എക്സ്പെൻസും കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് നിങ്ങൾ എന്തോ വിചാരിക്കുന്നത്? ഇവിടെ വന്ന് മുകളിൽ വന്ന് 2 ലൈറ്റ് ഇട്ടിട്ട് അടിച്ചിട്ട് തിരിച്ചു പോകുന്നോ? ബ്ലിപ്പിട്ട് കാണിച്ചിട്ട് ഏതെങ്കിലും 2 ഫാമേഴ്സിന്റെ ഒക്കെ ഇവിടെ വന്ന് 2 ലൈറ്റ് ഒക്കെ അടിച്ച് കാണിച്ചിട്ട് തിരിച്ചു പോകുന്നതാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അമേരിക്ക അത്ര വരും. അതും അമേരിക്ക മാത്രമേ വരത്തുള്ളൂ. ഗൈസ്, യു ഗൈസ് ആർ മിസ്റ്റേക്കൺ. ഈ UFOs നമ്മൾ ഇവിടെ ഉള്ളതിനെക്കാട്ടി മുന്നേ ഉള്ളതാണ്. ഇത് പോൾസിൽ നിന്നും അണ്ടർഗ്രൗണ്ട് കേവുകളിൽ നിന്നും അണ്ടർ വാട്ടറിൽ നിന്നും മനുഷ്യരെ നോക്കാൻ വരുന്നതാണെന്നാണ് ഞാൻ പറയുന്നതല്ല, ലോകത്തിലെ ഏറ്റവും നല്ല സയന്റിസ്റ്റുമാർ ഇപ്പൊ പറയുന്നത്. സയന്റിസ്റ്റുകാരും പുരാണാസും സയന്റിസ്റ്റുമാരും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ന്യൂസ് ചാനലും പറഞ്ഞു തുടങ്ങി. കാരണം എവറി ടൈം ദേ ഡിസപ്പിയർ ടു ദ പോൾസ് ഓർ അണ്ടർ വാട്ടർ. മാത്രമല്ല അവര് റെഗുലർലി വന്നും തുടങ്ങുന്നുണ്ട്. അതെ, ഈ ഒരു റെഗുലർലി വന്നു തുടങ്ങുന്ന സ്പോട്ട് ചെയ്യാൻ തുടങ്ങി. കവറേജ് കൂടി തുടങ്ങി. പക്ഷെ അതിന്റെ ഫ്രീക്വൻസി കൂടുന്നെന്ന് പറയുന്നു. മേ ബി ഇറ്റ്സ് ടൈം ഫോർ ദി മെസ്സായ ടു കം. ബാഡായിരിക്കും, അറിയത്തില്ല. നമുക്ക് ബാഡ് ആണെങ്കിലും ഭൂമിയെ സംബന്ധിച്ച് അവര് വരുന്നതാണ് നല്ലത്. കാരണം ഇത്രയും ഒരു ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ബീയിങ് ഭൂമിയുടെ ചരിത്രത്തിൽ ഉണ്ടായി കാണത്തില്ല. കാരണം എവ്രിതിങ് ഷീ ഗീവ്സ് അസ് വി കിൽ. ഒന്ന് ആലോചിച്ച് നോക്കുക, നമുക്ക് ഭൂമിയായിട്ട് എന്ത് സുഖമായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന്. നമുക്ക് ഏറ്റവും കൂടുതൽ 30, 50, 60 വർഷം എടുത്ത് വളർന്ന് നമുക്ക് ഓക്സിജൻ തരുന്ന ഒരു മരത്തിനെ നമ്മൾ എന്തോ ചെയ്യുന്നത്? അടിച്ച് വെട്ടിക്കളഞ്ഞിട്ട് നമ്മൾ ടേബിൾ ഉണ്ടാക്കും. ഓക്കെ, നിങ്ങൾക്ക് കോമഡി ആയിട്ട് തോന്നുന്നതൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലേ? നീ ആലോചിച്ച് നോക്ക്. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു പോയി ഏറെ ലോകത്ത് ഏതെങ്കിലും ഒരു ജീവിയെ നിങ്ങൾ പറയുമോ മരം വെട്ടി ടേബിൾ ഉണ്ടാക്കുന്നത്? എനിക്ക് പണ്ടത്തെ വീട്ടില് ഓർമ്മയുണ്ട്, നമ്മുടെ പണ്ടത്തെ നെയ്ബേഴ്സ്. അത് പോട്ടെ, ഇത്തിരി സീനായിരുന്നു. അപ്പോ ഇതുപോലുള്ള ആളുകൾ നമുക്ക് ഞങ്ങളൊരിടയ്ക്ക് വാടകയ്ക്ക് താമസിച്ചായിരുന്നു. അപ്പം അവർക്ക് നേച്ചറിനെ വിരോധമാണ്, പ്രകൃതിയെ കത്തിക്കണം. മരമൊക്കെ നിൽക്കുന്നുണ്ട്, അവര് ആദ്യമേ പോയി വെട്ടി എടുത്തോണ്ടാ വരുന്നത്. നമ്മുടെ വീട്ടില് ഇങ്ങോട്ട് മരത്തിന്റെ കരിയില വീണാലും അതൊക്കെ മനുഷ്യരുടെ നമ്മൾ പർപ്പസ് വിറ്റ് മാറിപ്പോന്നു ഗൈസ്. നമ്മള് മണ്ണിലും ചേറിലും നടന്ന് പഴങ്ങൾ പറിച്ച് തിന്ന് നടന്ന വെറും ഒരു മൃഗമാണ്. നമുക്ക് ഈ അറിവ് തന്നേക്കുന്നത് സുഖമായിട്ട് ജീവിക്കാനുള്ള ബുദ്ധിയാണ് തന്നേക്കുന്നത്, അല്ലാതെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നത്. നമ്മൾ എക്സിസ്റ്റ് ചെയ്യാൻ കഷ്ടപ്പെടുവാണ്. ഇത്രയും ബുദ്ധിയുള്ളൊരു സ്പീഷീസ്, ഏറ്റവും മണ്ടന്മാരായ സ്പീഷീസ്, സുഖമായിട്ട് രാവിലെ ആയിട്ട് ചില്ല് ചെയ്ത് കൂട്ടുകാരന്മാരുടെ മലയിൽ പോയി വ്യൂ കണ്ട് ഉച്ചയ്ക്ക് പഴവും പറിച്ച് നിന്ന് വൈകിട്ട് വാട്ടർഫോളിൽ പോയി 2 സൊറയും പറഞ്ഞ് രാത്രി പോയി കിടന്നിറങ്ങും. അടുത്ത രാവിലെ ഇത് തന്നെ ചെയ്യും. ഇത്രയും ബുദ്ധിയുള്ളവർ നമ്മൾ ജീവിക്കാൻ കഷ്ടപ്പെടുവാണ്. എവിടെയാ ബ്രോ നമുക്ക് തെറ്റ് പറ്റിയത്? ഞാൻ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഇവോൾഡ് സ്പീഷീസ് ആണെന്ന് പറഞ്ഞാൽ ഐ വോണ്ട് ബിലീവ് നമുക്കൊരു ഡി എവല്യൂഷൻ പറ്റിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമ്മളാണ് ലോകത്ത് ഫുഡ് കണ്ടുപിടിക്കാൻ മറന്നുപോയ ഒരു ജീവി. ലിറ്ററലി നമുക്ക് വീട്ടിൻ്റെ മുന്നിലുള്ള പഴങ്ങളും വീട്ടിൻ്റെ ഫ്രണ്ടിലുള്ള നട്ടാ കിളിക്കുന്ന കിഴങ്ങുകളും കാച്ചിലും ചേമ്പും ഉണ്ടാക്കാൻ ജീവിക്കാനും മറന്നു പോയിട്ട് നമ്മൾ അതിനുവേണ്ടി എന്തോ ചെയ്യുന്നത്? രാവിലെ 9 മണിക്ക് എണീക്കുന്നു ബ്രോ. 9 മണിക്ക് എണീറ്റിട്ട് ജോലിക്ക് പോയി 8 hours വർക്ക് ചെയ്ത്
ശമ്പളം വാങ്ങിച്ചിട്ട് ഇത് ഉണ്ടാക്കുന്ന എവിടെയെങ്കിലും പോയി വാങ്ങിച്ചിട്ട് ഇത് തിന്നിട്ട് വിശപ്പ് മാറാതെ കിടന്നുറങ്ങും. എനിക്ക് ശമ്പളം കിട്ടിയിട്ടില്ല, ബാക്കി വായിച്ച്. അപ്പൊ അങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ പറയുന്നത്. ഈ അഡ്മിറൽ ജനറലിൽ പോയിട്ട് പുള്ളി ഒരു ഫ്ലൈറ്റിൽ അന്റാർട്ടിക്കയിൽ അല്ല നോർത്ത് പോളിൽ എക്സ്പെഡിഷൻ നടത്തുകയാണ്. ഈ നമ്മളുടെ അമേരിക്കയ്ക്ക് വേണ്ടി ആദ്യമായിട്ട് നോർത്ത് പോൾ എക്സ്പെയർ ചെയ്യുക. അതിനു മുന്നേ കണ്ടിട്ടില്ല. കണ്ടിട്ട് വന്ന ആദ്യത്തെ പ്രസ്താവനയായിരുന്നു ഇത്. ഗ്രീൻലാൻഡ് കണ്ടു, മലകൾ കണ്ടു, നമ്മളുടെ അമേരിക്കയെക്കാട്ടി വലിയ കോണ്ടിനെൻ്റ് ആണെന്നാണ് എൻ്റെ ഇനിഷ്യൽ നിഗമനം. എൻ്റെ ഡയറിയിൽ ഞാൻ ഇത് എഴുതിയിട്ടുണ്ട്, കോർഡിനേറ്റ്സ് എഴുതിയിട്ടുണ്ട്, അത് എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം എഴുതി വെച്ചിട്ട് പുള്ളി വന്നു, ഇതെല്ലാം പ്രസ്താവനയെ കൊടുത്തു. 1 മാസത്തിന് പിള്ളേ കണ്ടിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു പ്രസ്താവനയ്ക്കും പോയിട്ടില്ല. എന്ന് വെച്ചാൽ ഹി വാസ് സൈലൻസ്ഡ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നാസികൾ നമ്മളുടെ സൗത്ത് പോളിലേക്ക് പോയിട്ടുണ്ട്. നാസികൾ സൗത്ത് പോളിൻ്റെ കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. നാസികൾ സൗത്ത് പോളിൽ എക്സ്പ്ലോർ ചെയ്ത്, അതായത് നാസിയുടെ ഒരു പൈലറ്റിൻ്റെ ഒഫീഷ്യൽ സാധനമാണ്. പുള്ളി നോർത്ത് പോളിനകത്ത് സൗത്ത് പോളിനകത്ത് പോയി ഞാൻ ഇന്നർ എർത്തിൽ പോയെന്നാണ് പറയുന്നത്. ഇന്നർ എർത്തിൽ പോയപ്പോഴത്തേക്കും പുള്ളി ഫ്ലൈറ്റ് കൺട്രോൾ ചെയ്ത് പോവായിരുന്നു. പോയി കഴിഞ്ഞിട്ട് പുള്ളിയുടെ ഫ്ലൈറ്റിൻ്റെ ലെഫ്റ്റും റൈറ്റും ഓരോ റൗണ്ട് എയർക്രാഫ്റ്റ് വന്നെന്നാണ് പറയുന്നത്. ഞാൻ ഫ്ലൈറ്റിൻ്റെ എന്തൊക്കെയോ ഡിസ്ക്രിപ്ഷനൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം കൊടുക്കാം. എയർക്രാഫ്റ്റ് വന്നു. എയർക്രാഫ്റ്റിലോട്ട് നോക്കുമ്പോൾ പുള്ളിക്ക് ഒരു സിമ്പിൾ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ, ബാക്കി അകത്തൊന്നും കാണാൻ പറ്റുന്നില്ല. ആൻഡ് ദാറ്റ് സിമ്പിൾ വാസ് എ ക്രോസ് ബട്ട് ഹാവിങ് വൺ സൈഡഡ് ക്രോസ് എന്ന് പറഞ്ഞാൽ ഒരു ക്രോസ് ആണ്. ക്രോസിനകത്ത് പക്ഷേ ഓരോ സൈഡിൻ്റെ അറ്റത്തും ഒരു വര ഇങ്ങനെ 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 സ്വസ്തിക. നാസിസത്തിൽ നാസിയുടെ സ്വസ്തികയ്ക്ക് എന്താ പറയുന്നത്? നാസി സിമ്പിൾ ഏതാണ്? സ്വസ്തിക തന്നെയാണ്. അതുപോലെ നമ്മളുടെ ഹിന്ദു മിത്തോളജിയിലുണ്ട്. പണ്ട് ജീവിച്ചിരുന്ന വെങ്കടേശ എന്നൊക്കെ പറയുന്ന ഏളിയൻ ഗോഡ്സ് എന്ന് പറയുന്നവർ, പറക്കാൻ കഴിവുള്ള ഗോഡ്സിന്റെ സിമ്പിളാണ് സ്വസ്തിക. അവരുടെ ജീവിച്ചിരുന്നതിന്റെ തെളിവ്. അപ്പം അവരവിടെ പോയി ഇറങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് ജർമ്മനിയെ തോപ്പിച്ചതിന് ശേഷം ഹിറ്റ്ലറും ജർമ്മൻ നാസി ആളുകളും സൗത്ത് പോള് അന്റാർട്ടിക്കയിൽ എസ്കേപ്പ് ചെയ്തെന്ന് വരെയുള്ള തിയറീസ് ഉണ്ട്. അതിനെപ്പറ്റിയുള്ള തിയറീസിൻ്റെ എന്തെങ്കിലും ക്ലിപ്പിങ്സ് ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കാം. അത് മാത്രമല്ല, ഈ അന്റാർട്ടിക്കയിലേക്ക് ഇത് പൈലറ്റ് പോയി ഇറങ്ങി ഇതെല്ലാം കണ്ടിട്ട് തിരിച്ചു വന്നതിന് ശേഷം നാസി ലെറ്റർ ഹെഡോടെ എങ്ങനെ അവിടേക്ക് എൻ്റർ ചെയ്യാമെന്നും എങ്ങനെ അവിടെ എൻ്റർ ചെയ്തിട്ട് ചെയ്യേണ്ട പ്രോട്ടോകോൾസ്, ദ മൂവ്മെൻറ്റ്സ് ടു ദ മീറ്റർ വിത്ത് ദ ഇൻസ്ട്രക്ഷൻസ് ജർമ്മൻ ലെറ്റർ ഹെഡിലും ഇംഗ്ലീഷ് ലെറ്റർ ഹെഡിലും ഉള്ളത് ഞാൻ ഇപ്പോൾ ഫോണിൽ ഇവിടെ കൊടുക്കും. ദ ഒഫീഷ്യൽ ലെറ്റർ ഹെഡ് ഫ്രം ദ നാസി മിലിറ്ററി ഫോർ ദ പൈലറ്റ്സ് എൻറ്ററിങ് ഇൻ ടു ദാറ്റ് ഏരിയ. That's nice. So, wrapping up. അപ്പോൾ ഞങ്ങൾ ഇതിനെപ്പറ്റി കുറച്ച് എൻ്റർടൈനിങ് ആയിട്ട് പോകുമെന്ന് വിചാരിച്ചു. കാരണം കൂടുതൽ സയൻസിനെ ഇടയ്ക്ക് പറഞ്ഞപ്പോൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റാതെ ചിലപ്പോൾ വരും. എനിക്ക് പോലും ചിലതൊന്നും മനസ്സിലാവത്തില്ല. അതുകൊണ്ട് ഞാൻ മനസ്സിലാവാത്ത കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനും നിൽക്കത്തില്ല. സോ ഗൈസ്, അതേപോലെ ഒരു കാര്യം, ഞാൻ അവസാനം നറൂട്ടോ കണ്ടു തുടങ്ങി. ഇവൻ നറൂട്ടോ ജസ്റ്റ് കഴിഞ്ഞ ഒരു 10 ദിവസമായിട്ട് കണ്ടു തുടങ്ങി. നൗ ഹി ഈസ് അറ്റ് 250. ഗൈസ്, വേറെ സാധനം ഉണ്ട്. ഇപ്പം ടൈം എനിക്ക് വേസ്റ്റ് ചെയ്യാനുണ്ട്, കാരണം ഐ എം പ്രിപ്പിംഗ് അപ്പ് ഫോർ മൈ ട്രക്ക്. അതുകൊണ്ട് ഞാൻ വേറെ എല്ലാ ഷിപ്പിഡനല്ലേ 250. ഷിപ്പിഡൻ 250. നീ നറൂട്ടോ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഷിപ്പിഡൻ 250 എല്ലാം കൂടെ ഏകദേശം ഒരു 450-500 അടുപ്പിച്ചെത്തി. സത്യം പറഞ്ഞാൽ ഇറ്റ്സ് റിയലി ഗുഡ്. What do you have to say about Naruto? നറൂട്ടോയെ പറ്റി നിങ്ങൾ കണ്ടിട്ടില്ല എന്നറിയാം, പക്ഷേ ഞാൻ പറയുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ സീരീസാണ്. ഓക്കെ, നിനക്ക് എന്താണ് തോന്നിയത്? ഒരു ഫ്രാങ്ക് ആയിട്ട് ഇമോഷണലി എന്താ തോന്നിയത്? നീ ഒന്ന് ഇമോഷണലി ഞാൻ പറയുന്നത്, ഇപ്പൊ ഐ ആം എ ഫിലിം മേക്കിംഗ് ആസ്പിറന്റ്. ഇറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് സ്ക്രിപ്റ്റ് റിട്ടൺ. കാരണം ഇത്രയും ഡെപ്തിൽ ഒരാൾ റൈറ്റർ ചിന്തിച്ചെങ്കിൽ അവൻ്റെ തല ഭയങ്കര അടിപൊളി. രണ്ടാമത്തെ സാധനം എന്ന് വെച്ചാൽ എനിക്ക് ഫിലിം മേക്കിംഗ് ആസ്പെക്റ്റിൽ തോന്നിയ മ്യൂസിക്, എൻ്റെ പൊന്നു, ഓർക്കസ്ട്രൽ മ്യൂസിക് ആണ് ഇതിനകത്ത്. ഷിപ്പിഡനകത്ത് വരുമ്പം ഓർക്കസ്ട്രൽ, എല്ലാം ഓർക്കസ്ട്രൽ മ്യൂസിക് ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. പിന്നെ വേറൊരു സാധനം എനിക്ക് എടുത്തു പറയണമെന്ന് തോന്നിയെന്ന് വെച്ചാൽ, എല്ലാ ഡയറക്ടേഴ്സും കണ്ടിരിക്കേണ്ട സാധനം, ഷോർട്ട് ഡിവിഷൻ, കഥ നറേറ്റ് ചെയ്യുന്ന സാധനങ്ങൾ, ഡിഫറെൻറ്റ് ടൈം ലൈൻസ്. അതെ. ഇപ്പം ഈയിടെയൊക്കെ നമ്മൾ ഇൻറ്റർസ്റ്റെല്ലാറിൻ്റെ അതുപോലത്തെ നോളൻ്റെ ഒക്കെ ഒരുപാട്
പടങ്ങളുടെ കട്ടൊക്കെ പറയാം, ക്രോസ് കട്ട്, എൽ കട്ട്, ബി കട്ട്, ജെ കട്ട്, ഇന്റർമീഡിയറ്റ് കട്ട് എന്നൊക്കെ പറഞ്ഞ വർഷങ്ങൾക്ക് മുന്നേ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെ അതെ, അതെല്ലാം ടെക്നിക്കലി വെരി പ്രൊഫഷൻ്റ് ആയിട്ട് സാധന. പിന്നെ ഹൗ ഡു ഐ ഫീൽ, ഐ എം ഹാപ്പി ദാറ്റ് ഞാൻ ഒരു 20 വയസ്സായി ആയിട്ട് കണ്ടില്ലാത്തൊരു സന്തോഷമുണ്ട്. കാരണം എനിക്ക് കൊച്ചിലെ കണ്ടായിരുന്നേ ഇതൊന്നും മനസ്സിലാവത്തില്ലായിരുന്നു. സോ ഇറ്റ്സ് നോട്ട് ഫോർ കിഡ്സ്. അതെ അതെ അതെ, ഇത് പിള്ളേർക്ക് കണ്ട് രസിച്ച് കളയാനുള്ളതല്ല. ഗെയിം ഓഫ് ത്രോൺസ് പോലെ കാണാൻ പറ്റുന്ന സാധനമല്ല ഇത്. എവറി എപ്പിസോഡ് സ്പീക്സ് ടു യു. അതെ, നിങ്ങൾക്ക് ദ മോർ എന്താ പറയാ എക്സ്പീരിയൻസ് യു ഹാവ് വിത്ത് യുവർ ബ്രദർഹുഡ്, മോർ ട്രോമാസ് അങ്ങനെയൊക്കെ കിടിലം റിലേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, ഇഫ് യു ഹാവ്, ഞാൻ അന്ന് പറയുമ്പോൾ നിനക്ക് മനസ്സിലാവും, ഇഫ് യു ഹാവ് ഡിപ്രഷൻ, ഇഫ് യു ഹാവ് എ ട്രോമ, വാച്ച് ദിസ്, യു വിൽ ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ്. ഇവൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, കംപ്ലീറ്റ് ആകുമ്പോൾ മനസ്സിലാവും. പയ്യന് നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് ഇൻഫിനിറ്റ് സുക്കുമോ എന്തോ എത്തിയിട്ടില്ല, അതെന്തോന്ന് അറിഞ്ഞുകൂടാ, ഉടനെ എത്തും. ഇൻഫിനിറ്റ് സുക്കിയോമി കേട്ടിട്ട് ഇപ്പോഴത്തെ 99 ലൈഫിന്റെ അളവുണ്ട്. നിനക്ക് അത് ഗസ് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് സോ ഗൈസ് വിൽ wrap it up for today. Hope you guys like it. നമ്മുടെ ഗസ്റ്റ് അണ്ണന്റെ വീഡിയോ നാളെയാണ് ഷൂട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടത്തേക്കും എത്തും. മെന്റലിസം ആണ് പുള്ളി, മാജിക്കുകാരനാണ്. ഇതിനകത്ത് വെച്ച് നമുക്ക് ഇവനെ ഉറക്കാൻ പറ്റുന്ന എന്നെ അല്ല ഇവനെ എന്നെ ഉറക്കാൻ പറ്റൂല. നമുക്ക് എന്തായാലും പുള്ളി ചെയ്ത് നോക്കാം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പൊ അത് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, മിസ് ചെയ്യാതിരിക്കുക. ഇസ് ഗോണ ട്രൈ ടു സ്ലീപ്, മേക്ക് അസ് വൺ ഓഫ് അസ് സ്ലീപ് ഇൻ ലൈവ്. 30 സെക്കൻഡ് കൊണ്ട് ചെയ്യുന്നതാണ് പറഞ്ഞത്. നോ ബ്രോ, ഇറ്റ്സ് ഓൾറെഡി 3 മണിക്ക് പോലെ ഞങ്ങൾ ഉറങ്ങാത്തവരാണ്. ഉറക്കാനൊന്നും പറ്റില്ല. 4 ആയോ? 4:10. ഓക്കെ, നൈസ്. നാളെ 10 മണിക്ക് മീറ്റിംഗ് ഉണ്ട്. സോ ഗൈസ്, ടോക്ക് ടു യു ഗൈസ് ലേറ്റർ. ലവ് യു. ബൈ.